നമസ്കാരം. ബിഗ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ അതിന്റെ സിലബസും അതുപോലെ തന്നെ അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയാണ്, പിന്നെ നമുക്ക് എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച ഡൗട്ട് ക്ലിയറിംഗ്, അതുപോലെ തന്നെ എക്സാമിന്റെ പാറ്റേൺ, സിലബസ്, ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പോൾ അതില് നമുക്കറിയാം ഫുഡ് അനലിസ്റ്റ് പോലെ ഒരുപാട് സെൻട്രൽ ഫുഡ് സേഫ്റ്റി അല്ലെ സെൻട്രൽ FSIയുടെ അണ്ടറിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ്. അപ്പോൾ കൂടുതൽ അനലിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ഇത്, ഒരു പോസ്റ്റാണ് ഇത്. അപ്പോൾ ആ ഒരു അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ സിലബസ് മെറ്റീരിയൽസ്, ഏതൊക്കെ ബുക്സ് നമുക്ക് ഇതിനു വേണ്ടി റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ്സും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ എക്സാമിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏതൊരു മെത്തഡോളജിയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി, അല്ലെങ്കിൽ കെമിസ്ട്രി, ഡിഗ്രി ഇൻ കെമിസ്ട്രി അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി, ഇത് രണ്ടുമാണ് മേജർ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സിമിലർ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇക്വലൻ ഡിഗ്രി വെച്ചിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രിക്കാർക്ക്, അതായത് BSc ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BTech ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ MTech ഫുഡ് ടെക്നോളജി, ആ ഡിഗ്രിക്കാർക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഈ ഒരു പോസ്റ്റ് ഗസ്റ്റഡ് പോസ്റ്റ് അല്ല, അതുപോലെ തന്നെ അതിന്റെ പേ സ്കെയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും 27,000 ടു ഓൾമോസ്റ്റ് 73,000 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത്. പേ സ്കെയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 18 to 36 ആ ഒരു ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കാറ്റഗറി ബേസ്ഡ് എല്ലാ എക്സാമിനും PSC എക്സാമിനും ഉള്ളതുപോലെ തന്നെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജ് ഹൈക്ക്. ഇപ്പൊ നമുക്ക് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നും, അതുപോലെ തന്നെ OBC കാറ്റഗറിക്കുള്ള ഏജ് റിലാക്സേഷൻ, അങ്ങനെ കാറ്റഗറി വൈസുള്ള റിലാക്സേഷൻ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ 18 to 36 ആ ഏജ് വരെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ആണ്. അത് BSc ഫുഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ BTech ഫുഡ് ടെക്നോളജിക്കാർക്ക്, അതുപോലെ തന്നെ MTech ഫുഡ് ടെക്നോളജിക്കാർക്ക്, അതുപോലെ തന്നെ BVoc ഫുഡ് ടെക്നോളജിക്കാർക്കും ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൂടാതെ ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്കും, അതായത് കെമിസ്ട്രി ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈക്വലൻസി വെച്ചിട്ട് ഡിപ്ലോമ, ഇപ്പോ വേറെ ഇതിന് വന്നത് PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, അതുപോലെ തന്നെ PG ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു PG ഡിഗ്രി ഉണ്ട്, നിഫ്റ്റം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരു ഡിഗ്രി. അപ്പൊ ഇതുപോലെയുള്ള ഡിഗ്രി ഉള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്പെസിഫിക്കലി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി, അത് DFRL എന്ന് പറയും. DFRL പിന്നെ അവിടുന്ന് PG ഡിപ്ലോമ ഇൻ ഫുഡ്
അനാലിസിസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ കഴിഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെയിം ഡിഗ്രി വേറെ എവിടുന്നെങ്കിലും കഴിഞ്ഞ ആൾക്കാർക്കും ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന് ഫൈനൽ വാലിഡേഷൻ അവരുടെ കോഴ്സുമായിട്ട് ഇക്വലൻസി ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട, എന്നാൽ മാത്രമേ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ PG diploma in food analysis and quality assurance from a UGC recognized university or national institute established by government of India, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അണ്ടർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു പോസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ ഡിസൈറബിൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഫുഡ് അനാലിസിസിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു മേഖലയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ഇതിന് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതാണ് വൈൽ ഇന്റർവ്യൂസ്. ആൻഡ് ഇതിലിപ്പോ പ്രത്യേകിച്ചിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് PSC വഴി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ എങ്കിലും ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ കൺസിഡറേഷൻ, ഇപ്പൊ സെയിം മാർക്ക് വരും അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോൾ അതിനൊരു പ്രിഫറൻസ് കിട്ടുന്നതാണ്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ BSc BTech BVoc ഫുഡ് ടെക്നോളജി ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രിഫറൻസ്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് എക്സാം വിളിച്ചത് 11/1/2018, അതായത് January 11, 2018 ലാസ്റ്റ് ആയിട്ട് എക്സാം വിളിച്ചത്. അപ്പോ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത് 3/3/2020. അതുപോലെ തന്നെ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അന്നത്തെ എക്സാമിന്റെ കട്ട് ഓഫ് വളരെ കുറഞ്ഞൊരു കട്ട് ഓഫ് ആണ്. ഇതുപോലുള്ളൊരു ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 33.33 ആയിരുന്നു കട്ട് ഓഫ്. മാക്സിമം സ്കോർ ചെയ്തിരുന്നതും നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയൊരു കട്ട് ഓഫ്, മാക്സിമം കട്ട് ഓഫ് ആണ്, അതായത് മാക്സിമം മാർക്കാണ് ഉണ്ടായിരുന്നത്. അത് 49.33 ആയിരുന്നു. അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് എക്സാമിന് ടോട്ടൽ അഡ്വൈസ് പോയിരുന്നത് 54 ആയിരുന്നു. പക്ഷെ നമുക്ക് അത്രയും വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 30 ഓറോളം ജനറൽ അല്ലെങ്കിൽ OC-യിലേക്ക് ഓൾമോസ്റ്റ് 33 കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ മെയിൻ ലിസ്റ്റ് ലാസ്റ്റ് ഇയർ മെയിൻ ലിസ്റ്റിൽ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നത് 56 ആയിരുന്നു. പക്ഷെ 56-ൽ 54 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് വന്നത്. ഇപ്പൊ കാറ്റഗറി ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ 54 പേർക്കാണ് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വന്നത് 14/2/2023 റീസെന്റ്ലിയാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു 2021. അപ്പോൾ അത് ഒരു സ്പെസിഫിക് കാറ്റഗറീസിലേക്ക് മാത്രമായിട്ടുണ്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. വേക്കൻസി എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണത് ബേസ്ഡ് ആണ്. ഇപ്പൊ ഇതില് ഓൾറെഡി ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ള കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് മാറിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഹയർ പൊസിഷനിലേക്ക് ജോലി കിട്ടിപ്പോയ ആൾക്കാരുടെ ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്കാണ് ഇപ്പോ ഇനി വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സാമിന് ഇപ്പോ നോട്ടിഫിക്കേഷൻ ഈ മാസം ഓൾമോസ്റ്റ് 14-ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 മന്ത് അല്ലെങ്കിൽ 6 to 8 മന്തോളം ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി അവർ എക്സാം പ്രതീക്ഷിക്കാം. അതായത് 6 മാസം മിനിമം 6 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം എപ്പോഴും വേണമെങ്കിൽ നമുക്കൊരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2യുടെ ലാസ്റ്റ് ഇയർ ഒരു അനാലിസിസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡേറ്റ് ഓഫ്
അതിന്റെ ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുള്ളത് 54 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസിന്റെ ഡേറ്റ് വന്ന് 14/2/2023 കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അവസാനമായിട്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 വർഷത്തോളം ആവാറായി. അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലാസ്റ്റില് OC കാറ്റഗറിയിലേക്കാണെങ്കിൽ ടോട്ടൽ 36 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ ഓപ്പൺ കാറ്റഗറിയിലേക്ക് 36 പേരും, അതുപോലെ തന്നെ 36 പേരാണ് ലാസ്റ്റ് ഇയർ അഡ്വൈസിൽ റാങ്ക് അപ് ടു അഡ്വൈസ് 36 വരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രത്തോളം വേക്കൻസി നമുക്ക്, ഇതിലും വളരെ കുറച്ച് വേക്കൻസി മാത്രമാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നത്. പക്ഷെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റന്റ് ആയതുകൊണ്ട് കോമൺലി ഓവർലാപ്പ്കാർക്ക് അതിലേക്ക് മാറാൻ, അതായത് ആ റാങ്ക് ലിസ്റ്റ് 2 കോമൺ എലിജിബിലിറ്റി ഉണ്ടായതുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിലുള്ളവർ FSOന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാനും അതുപോലെ തന്നെ കൂടുതൽ വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊരു വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളത്. പിന്നെ നമുക്കിതിന്റെ സിലബസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് സിമിലർ ടു FSOന്റെ സിലബസ് ആണ്. ഒരു 40-50% സിമിലർ ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസ് ആണ്. പിന്നെ ബാക്കി കുറച്ച് അഡീഷണലി സ്പെസിഫിക്കലി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഫുഡ് അനാലിസിസും അതുപോലെ തന്നെ സാനിറ്റേഷൻ ആ ഒരു പാർട്ടിലാണ് കൂടുതൽ. ലബോറട്ടറി ആൻഡ് അനാലിസിസ് ആ ഒരു ഏരിയ ആണ് സിലബസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന സിലബസ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിലബസിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻ ആ ഒരു ഏരിയ ആണ് കൂടുതൽ അതിന്റെ മെജോറിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ സിലബസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കെമിസ്ട്രി, അതായത് നമുക്ക് ടോട്ടൽ 8 കാറ്റഗറി ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കെമിസ്ട്രി ആണ്. അപ്പൊ ഫുഡ് കെമിസ്ട്രിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ്, അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻ. നമുക്കറിയാം ഇത് കെമിക്കൽ കോമ്പോസിഷൻ, അതിൽ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, അതിനൊക്കെ പറ്റിയിട്ടാണ് ഈ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത്. അതിൽ സ്ട്രക്ചർ, ഫംഗ്ഷൻ ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, അതുകൂടാതെ റോൾ ഓഫ് ദീസ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, അതായത് ഈ ഡെഫിഷ്യൻസി ഡിസീസസ്, ഇതിന്റെ ഈ പ്രോട്ടീൻ, എനർജി മാൽന്യൂട്രീഷൻ ആയാലും, അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ആയാലും മിനറൽസിന്റെ ആയാലും ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്, ലിപ്പിഡ്സിന്റെ ഒക്കെ മെറ്റബോളിസം, അതുപോലെ തന്നെ പിഗ്മെന്റ്സ്, അതായത് ഫുഡ് കളേഴ്സ് ആൻഡ് പിഗ്മെന്റ്സ്, അതുപോലെ തന്നെ റെക്കമെൻഡറി ഡയറ്ററി അലവൻസ് ഫോർ ദ സെയിം, അതായത് നമ്മുടെ ICMRന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഈ ഓരോ എലമെന്റ്സിന്റെ, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റിന്റെ ആയാലും അതുപോലെ തന്നെ ലിപ്പിഡ്സ്, അതുപോലെ ഓരോ വൈറ്റമിൻസും ഓരോ മിനറൽസിന്റെയും RDA ഫോർ ഡിഫറെന്റ് കാറ്റഗറി, അതായത് ഒരു അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡ് ടു ഇത്ര ഏജ് വരെയുള്ള ചൈൽഡ്, അതുപോലെ തന്നെ ഇൻഫാൻസിൽ, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൻസ്, ലാക്ടേറ്റിംഗ് വുമൻസ്, അതുപോലെ തന്നെ ഓൾഡ് ഏജ് പീപ്പിൾസിൽ, ഈ ഇത്രയും കാറ്റഗറിയിലുള്ള റെക്കമെൻഡറി ഡയറ്ററി അലവൻസ്, ഈ ഓരോ ന്യൂട്രിയൻസും എത്രത്തോളം ഉള്ള ആ ഒരു വാല്യൂസ്, അതുപോലെ തന്നെ ഫുഡ് അനാലിസിസ് ആണ് പിന്നെ മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. അതിൽ മോയ്സ്ചർ കണ്ടന്റ്, അതായത് അതിന്റെ പ്രോക്സിമേറ്റ് അനാലിസിസ്, ഇപ്പൊ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന മോയ്സ്ചർ കണ്ടന്റ്സ് ഓഫ് ഫുഡ്, അതിന്റെ ഫുഡിന്റെ ബേസ്ഡ് ഓൺ മോയ്സ്ചർ കണ്ടന്റ്, ഫുഡിന്റെ കാറ്റഗറൈസേഷൻ, ലോ മോയ്സ്ചർ, ഹൈ മോയ്സ്ചർ, ഇന്റർമീഡിയറ്റ് മോയ്സ്ചർ ഫുഡ്, അതുപോലെ തന്നെ അതിന്റെ ഷെൽഫ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫാറ്റ്, അതുപോലെ തന്നെ ആഷ് കണ്ടന്റ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ്, അതുപോലെ തന്നെ ലിപ്പിഡ്സ്, ക്രൂഡ് ഫൈബേഴ്സ് ആൻഡ് മിനറൽസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഫുഡ് അനാലിസിസിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഫുഡ് അഡൾട്രേഷനിൽ വളരെയധികം
ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിന്റെ ഒരുപാട് അനാലിസിസ് മെത്തേഡ്സും ഉണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ അഡൾട്രൻസ് ആണ് ഉള്ളത്, ഓരോ ഫുഡ്സിലും മെയിൻ ആയിട്ട് വരുന്ന അഡൾട്രൻസ്. ഇപ്പൊ റീസെന്റ് FSIയുടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അമെന്റ്മെന്റ്സ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പഴയ ഒരു 2018-17 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറെ അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കോമൺ അഡൾട്രൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അഡൾട്രേഷനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ ഈ ഒരു വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്, അല്ലെങ്കിൽ അഡൾട്രൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ വിച്ച് മെത്തേഡ്, അല്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ അഡൾട്രൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ വിച്ച് മെത്തേഡ്. അപ്പൊ ആ ഒരു അഡൾട്രേഷന്റെ അനലിറ്റിക്കൽ ടെക്നിക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് പിന്നെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ മാസ് സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ തന്നെ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ്, അതുപോലെ തന്നെ മോളിക്കുലാർ ടെക്നിക്സ് ഇൻ അഡൾട്രേഷൻ ഡിറ്റക്ഷൻ എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മീറ്റിലായാലും മിൽക്കിലായാലും, അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആയാലും, ഹണിയിലാണെങ്കിലും, പിന്നെ ഓയിൽസിലാണ്, ഇത് സ്പൈസസിലും, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അഡൾട്രൻസ് ഉള്ളത്. അത് അപ്പൊ റീസെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി എഥിലീൻ ഓക്സൈഡിന്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുള്ളത്. അപ്പൊ സ്പൈസസിൽ ഒരു ആന്റി ഫംഗൽ ഏജന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് റീസെന്റ് വന്ന അമെന്റ്മെന്റ്സും അതുപോലെ തന്നെ അഡൾട്രൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം ഈ ഒരു പോർഷൻസ് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ കോളം, പേപ്പർ, തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ആയാലും ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആയാലും അതിന്റെ കോളം, ടൈപ്പ് ഓഫ് കോളം, അതുപോലെ തന്നെ ഇപ്പം നോർമൽ ഫേസ് ആണോ റിവേഴ്സ് ഫേസ് ആണോ, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, ഏത് ടൈപ്പ് പ്രൊഡക്ട്സ്, ആ ഒരു ക്രോമറ്റോ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ക്യാൻ ബി അനലൈസ്ഡ് ബൈ യൂസിങ് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡ് അഡിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്, ക്ലാസ്, അതുപോലെ തന്നെ ഫുഡ് അഡിറ്റീവ്സിന്റെ ഓൾമോസ്റ്റ് 21 മേജർ കാറ്റഗറീസ് ഉണ്ട് ആസ് പെർ FSI. അതുകൂടാതെ പിന്നെ ഇതിന്റെ ഓരോ അഡിറ്റീവ്സിന്റെ ഈ നമ്പേഴ്സ്, അതുപോലെ തന്നെ FSI പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സ്, ആ പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സിന്റെ മാക്സിമം പെർമിറ്റബിൾ ലിമിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫുഡ് പ്രൊഡക്ട്സിൽ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ജെല്ലിങ് ഏജൻസ് ഏതാണ്, അതുപോലെ തന്നെ ഇമൽസിഫയർ ഏതാണ്, ആന്റി ഓക്സിഡന്റ് ഏതാണ്, ഫുഡ് കളേഴ്സ് ഏതാണ്. ഇപ്പൊ ഈ INS നമ്പർ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ നമ്പേഴ്സ് യൂറോപ്യൻ യൂണിയന്റെ നമ്പേഴ്സിന് സിമിലർ ആയിട്ടുള്ള INS നമ്പേഴ്സ്. അതുപോലെ തന്നെ ഫുഡ് കളേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ ഓരോ ഫുഡ് അഡിറ്റീവ്സിന്റെ കാറ്റഗറി എങ്ങനെയാണ്, അപ്പൊ ആ കാറ്റഗറി വെച്ചിട്ട് അതിന്റെ ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു പ്രൊഡക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി അഡിറ്റീവ്സിൽ വരുന്നതാണ് ആന്റി ഓക്സിഡൻസിന്റെ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ആന്റി ഓക്സിഡന്റ്, അതുപോലെ തന്നെ ന്യൂട്രിറ്റീവ് ആൻഡ് നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നസ് ഏതൊക്കെയാണ്, ആ സ്വീറ്റ്നസിന്റെ മാക്സിമം സ്വീറ്റ്നസ് അല്ലെങ്കിൽ സൂക്രോസ് ഇക്വലൻസ് എത്രയാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ പ്രിസർവേറ്റീവ്സിന് മെക്കാനിസം ഓഫ് പ്രിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആ പ്രിസർവേറ്റീവ്സിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രിസർവേറ്റീവ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ ഫുഡിൽ ഏതൊക്കെ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുക. അപ്പൊ ഓരോ ഫുഡ്സിലും ഒരു പ്രിസർവേറ്റീവ്, ഫോർ എക്സാമ്പിൾ സോഡിയം ബെൻസോയേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ട്സിലും അതിന്റെ ലിമിറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആസ് പെർ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരുപാട് ഫുഡ് അഡിറ്റീവ്സ് ആൻഡ് റെഗുലേഷൻ, ഫുഡ് അഡിറ്റീവ് റെഗുലേഷനിൽ അതിന്റെ ഒരു കോമ്പൻഡിയം എന്ന് പറഞ്ഞിട്ട് ഓരോ ഫുഡ്സിനും ഓരോ റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ തിക്നെസ്സും ഇമൽസിഫയേഴ്സും ജെല്ലിങ് ഏജന്റ്, അതുപോലെ തന്നെ സിക്വസ്റ്റൻസ് ഓഫ് സീലേറ്റിംഗ് ഏജന്റ്, അങ്ങനെ ഫുഡ് അഡിറ്റീവ്സിന്റെ ഒരു വൈഡ് കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പൊ ഓരോ ഫുഡ് അഡിറ്റീവ്സും എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്. പിന്നെ വരുന്നത് ഓവർവ്യൂ ഓഫ് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഓരോ പ്രൊഡക്ട്സിലും ഉള്ള, എസ്പെഷ്യലി പിന്നെ ഫാബേസി ഫാമിലിയിലും, അതുപോലെ തന്നെ പിന്നെ ഗ്ലൂട്ടൻ, അതുപോലെ തന്നെ ട്രിപ്സിൻ ഇൻഹിബിറ്റർ, അതുപോലെ ഒരുപാട് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഓരോ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിന്റെയും പിന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സോഴ്സ് ഏതാണ്, ഫോർ എക്സാമ്പിൾ ഓക്സലേറ്റ് ഏതിലാണ് സോഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ട്സിലുള്ള ആന്റി ന്യൂട്രീഷൻ ഫാക്ടർ ഏതാണ്, അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഫെർമെന്റേഷൻ ആയാലും ഒരുപാട് നോൺ തെർമൽ ടെക്നോളജീസ് ആയാലും ഹീറ്റിംഗ് ആയാലും അതുപോലെ തന്നെ സോക്കിംഗ്, അങ്ങനെ ഒരുപാട്
യൂണിറ്റ് ഓപ്പറേഷൻ, ഓരോ ഫുഡ് യൂണിറ്റ് ഓപ്പറേഷനിലും ഏതൊക്കെ ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ FSIയുടെ F+ ആ ഒരു സിമ്പിൾ ഉണ്ട് ഫോർട്ടിഫിക്കേഷൻ. അതിന്റെ അണ്ടറിൽ ഈറ്റ് റൈറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഫോർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഏതൊക്കെ ഫുഡിൽ ഏതൊക്കെ നിർബന്ധമായിട്ടും ഫോർട്ടിഫൈ ചെയ്യേണ്ട ഫുഡ് പ്രൊഡക്ട്സ് ഏതാണ്, അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഇതും, അതുപോലെ തന്നെ അല്ലാതെ ഫോർട്ടിഫിക്കൻസ് ഏതൊക്കെയാണ്, ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അതിന്റെ ലിമിറ്റ് ആസ് പെർ RDA എത്ര ഫോർട്ടിഫിക്കൻസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഫോർട്ടിഫിക്കൻസിന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ അയേൺ ആണ് ഫോർട്ടിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കാൽസ്യം ആണ് ഫോർട്ടിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ D ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ A ആണ് ഫോർട്ടിഫൈ ചെയ്യുന്നതെങ്കിൽ ആ ഓരോ ഫോർട്ടിഫിക്കൻസും ഏത് ഫോമിലാണ് ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഫോർട്ടിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ടെക്നോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രിസർവേഷൻ ടെക്നിക്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രിസർവേഷൻ, നമുക്കിപ്പോൾ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് ഏതൊക്കെ മെത്തേഡ്, തെർമൽ ആണെങ്കിലും നോൺ തെർമൽ ടെക്നോളജി ആണെങ്കിലും, അതുപോലെ തന്നെ തെർമൽ ടെക്നോളജിയിൽ തന്നെ പാസ്ചറൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, കാനിങ്സ്, അങ്ങനെ അതുപോലെ തന്നെ ബ്ലാഞ്ചിങ് എന്നുള്ള പ്രോസസ്സ്, അതുപോലെ തന്നെ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫെർമെന്റേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രിസർവേഷൻ, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് കുറക്കുക എന്നുള്ള ഒരു മെത്തേഡ്സ്, അതായത് ഡ്രൈയിങ്, ഡീഹൈഡ്രേഷൻ, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, കോൺസെൻട്രേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ്, അതുപോലെ തന്നെ ഫ്രീസിങ്, ലോ ടെമ്പറേച്ചർ പ്രിസർവേഷൻ ടെക്നിക്സിൽ മെയിൻ ആയിട്ട് വരുന്ന ഫ്രീസിങ് ആൻഡ് ചില്ലിങ്, അതുപോലെ തന്നെ നോൺ തെർമൽ പ്രോസസ്സിംഗിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇറാഡിയേഷൻ, അതുപോലെ തന്നെ ഹൈ പ്രഷർ പ്രോസസ്സിങ്, അതുപോലെ പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, അൾട്രാസോണിക്കേഷൻ പോലെയുള്ള നോൺ തെർമൽ ഓരോ ടെക്നിക്സും ഈ ഒരു പ്രിസർവേഷന്റെ മെക്കാനിസം ഓഫ് പ്രിസർവേഷൻ എങ്ങനെയാണ്, അതെങ്ങനെ മൈക്രോ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഏതൊക്കെ പ്രൊഡക്ട്സിൽ ഏതൊക്കെ പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോൾട്ട് യൂസ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രിസർവേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. ഓരോ പ്രിസർവേറ്റീവ്സും എങ്ങനെയാണ് ആ പ്രിസർവേഷൻ മെക്കാനിസം ഓരോ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് എങ്ങനെ ആ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, എന്ത് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് പ്രിസർവ് ചെയ്യുന്നത്. ഇപ്പൊ സാൾട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്മോസിസ് എന്നുള്ളൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഫ്രീസിങ് യൂസ് ചെയ്താൽ ആ ഒരു ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് നമ്മൾ സീസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ മെത്തേഡ്സിനും ഓരോ പ്രിസർവേഷൻ മെത്തേഡ്സിനും ഓരോ മെക്കാനിസം ഉണ്ട്. അപ്പൊ ഓരോ മെക്കാനിസം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് പാക്കേജിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പാക്കേജിങ്, ഇപ്പൊ മെയിൻ ആയിട്ട് ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്, പിന്നെ ഓരോ പാക്കേജിങ് മെറ്റീരിയൽസിന്റെ ആ ബയോഡിഗ്രേഡബിൾ നമ്പേഴ്സ്, ആ പാക്കേജിങ് മെറ്റീരിയൽസ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ഇപ്പം കാനിങ് പാക്കേജിംഗിൽ മെയിൻ ആയിട്ട് കാനിങ്ങും, അതുപോലെ തന്നെ ടെട്രാ പാക്ക്, അതുപോലെ തന്നെ ആ പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ലേയേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഏതാണ്. കാനിങ് എടുത്തു കഴിഞ്ഞാൽ ആ എന്ത് ടൈപ്പ് ക്യാനാണ്, ആസിഡ് ആണോ, റെസിസ്റ്റന്റ് ആണോ, അല്ലെങ്കിൽ പിന്നെ സൾഫർ റെസിസ്റ്റന്റ് ക്യാൻ ആണോ, അങ്ങനെ പാക്കേജിംഗ് തന്നെ ഒരു ഡൈവേഴ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേരിയസ് ടൈപ്പ് ഓഫ് പാക്കേജ്, ഇപ്പൊ ക്യാൻ 2 പീസ് ക്യാൻ ആയാലും 3 പീസ് ക്യാൻ ആയാലും, അതുപോലെ തന്നെ പിന്നെ പേപ്പർ ബേസ്ഡ് പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കോറിഗേഷൻ, കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ അതിന്റെ കോറിഗേഷൻ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ 5 പ്ലേ 3 പ്ലേ കാർഡ്ബോർഡ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് നമ്മൾ ഏതൊക്കെ പാക്കേജിങ് ഉപയോഗിക്കുന്നു, പിന്നെ അതുകൂടാതെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി, ക്വാഡർണറി പാക്കേജിങ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ബാരിയർ പ്രോപ്പർട്ടീസ്. ഇതുകൂടാതെ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ആക്റ്റീവ് പാക്കേജിങ്ങും, അതുപോലെ തന്നെ ഇന്റലിജന്റ് പാക്കേജിങ്ങിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആക്റ്റീവ് പാക്കേജിങ്ങിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും, അതുപോലെ തന്നെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിങ്ങും ആണ് മെയിൻ ആയിട്ട് അടുത്ത അതിന്റെ അണ്ടറിൽ വരുന്ന പോർഷൻസ്. പിന്നെ ഫുഡ് അഡിക്റ്റീവ്സ്, പിന്നെ ഓൾറെഡി ഫുഡ് അഡിക്റ്റീവ്സ് കെമിസ്ട്രിയിൽ വരുന്നുണ്ട്, സെയിം ആണ് ഇവിടെ മേജർ ഫുഡ് അഡിക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് വരുന്നത് സീരിയസ് ആൻഡ് പൾസ് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അതിൽ ക്ലീനിങ്, ഗ്രേഡിങ്, അതുപോലെ തന്നെ മില്ലിങ്, പാർബോയിലിംഗ്, ആ ഒരു ഓപ്പറേഷൻസ്, അതായത് സീരിയൽസും പൾസസും പ്രോസസ് ചെയ്യുമ്പോൾ അതിന്റെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ്. മെയിൻ ആയിട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോസ്റ്റ് ഹാർവെസ്റ്റ് പ്രോസസ്സിങ് ഏതൊക്കെയാണ്, അപ്പൊ അതിന്റെ ക്ലീനിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഗ്രേഡിങ്ങും സോർട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അപ്പൊ ഗ്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെ പേര്, അതുപോലെ തന്നെ മില്ലിംഗ്, ടൈപ്പ് ഓഫ് മിൽസ്, അത് ഇപ്പം റൈസ് ആണെങ്കിലും, അതുപോലെ തന്നെ വീറ്റ് മില്ലിംഗ് ആണ്. വീറ്റ് മില്ലിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ഭയങ്കര സ്പെസിഫിക് ആണ് അതിന്റെ ഓരോ സ്റ്റെപ്സും.
അപ്പോൾ അതിന്റെ സീവ് സൈസും അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ പോർഷൻസ് റിമൂവ് ആവുന്നുണ്ട്, അപ്പൊ അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഏതാണ്, അതുപോലെ തന്നെ പൾസ് മില്ലിങ്, ഡ്രൈ മില്ലിങ്, വെറ്റ് മില്ലിങ്, അതുപോലെ തന്നെ മില്ലറ്റിന്റെ മില്ലിങ്സ് പ്രോസസ്, അതുപോലെ തന്നെ റൈസ് മില്ലിങ്ങിൽ പാർ ബോയിലിങ്ങും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നെ ഇപ്പം ബ്രാൻഡ് റിമൂവലും അതിന്റെ ബൈ പ്രൊഡക്ട്സും, റൈസ് ബ്രാൻ ഓയിൽ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, പിന്നെ പാർ ബോയിലിങ്സിന്റെ ഇമ്പോർട്ടൻസ്, ടൈപ്പ് ഓഫ് പാർ ബോയിലിങ്സ്, അതുപോലെ തന്നെ പ്രോസസിങ് ഓഫ്, പിന്നെ ഫർദർ പാർ ബോയിലിംഗ് ആയിട്ടുള്ള പാഡിയുടെ പ്രോസസ്സിങ്, അതെങ്ങനെ അതിന്റെ ഹൾഡ് റിമൂവ് ചെയ്യുന്നു, ഏതൊക്കെ ടൈപ്പ് മില്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിനീയറിംഗിൽ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ കോണ്ടാക്ട് ആംഗിൾ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റീപോസ്, അതുപോലുള്ള ആ ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ്, അതിന്റെ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മെയിൻ ആയിട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ വീറ്റും കോണും പൾസസിന്റെ ഒക്കെ മില്ലിങ്ങും, അതുപോലെ തന്നെ വീറ്റ് മില്ലിംഗ്, കോൺ മില്ലിംഗ്, പൾസ് മില്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ്. അതിൽ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, കുറെ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്, കുറെ വാല്യൂസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ് ബ്രോക്കൺസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാർബോയിൽഡ് റൈസ് എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ വൈറ്റ് റൈസ് അത് തമ്മിൽ ഡിഫറൻസ്, അതുപോലെ തന്നെ വീറ്റിന്റെ ബൈ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ വീറ്റും മൈദ തമ്മിൽ ഡിഫറൻസ്, അതിന്റെ ഗ്ലൂട്ടൻ കണ്ടന്റ് ആസ് പെർ FSSAI സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അതിന്റെ ഗ്ലൂട്ടൻ കണ്ടന്റ്, അതുപോലെ തന്നെ കോണിന്റെ ആയാലും സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പൾസസിന്റെ സ്പെസിഫിക്കേഷൻസ്. അതുകൂടാതെ നെക്സ്റ്റ് ഇപ്പൊ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിലേക്ക് പോവുകയാണെങ്കിൽ അതിലും ഒരുപാട്, ഇപ്പൊ അതിന്റെ ഓരോ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് ജാം, ജെല്ലി, മാർമൽഡ്, സ്ക്വാഷ്, RTS ആണ്. അതിന്റെ ഓരോന്നിന്റെയും ഫ്ലോ ചാർട്ടും അതിന്റെ ഫ്രൂട്ട് കണ്ടന്റ് എത്രയാണ്, അതുപോലെ തന്നെ അതിന്റെ TSS എത്രയാണ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സിന്റെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുകൂടാതെ ഈ ഓരോ ഫ്രൂട്ടിന്റെ ആയാലും അതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ, പെക്റ്റിൻ, ഇമ്പോർട്ടൻസ് ഓഫ് പെക്റ്റിൻ, ജാം ആൻഡ് ജെല്ലി മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ഷുഗർ ആസിഡ് റേഷ്യോ ആയാലും അതിന്റെ ബാക്കി എല്ലാ ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും അതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മെയിൻ ആയിട്ട്. അപ്പോൾ ഓരോ ലൈനും ഓരോ ടോപ്പിക്കും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിൽ ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സ് പോയിന്റ്സ് അതിന്റെ അണ്ടറിൽ ഓരോന്നിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ മിനിമൽ പ്രോസസിംഗ് ആൻഡ് അതർ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഓരോ പ്രൊഡക്ട്സിന്റെയും സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും, അതുപോലെ തന്നെ അതിന്റെ പ്രോസസ് ഫ്ലോ ചാർട്ടും, അതിന്റെ ബൈ പ്രൊഡക്ട്സും, അതുപോലെ തന്നെ മിനിമൽ പ്രോസസിംഗ് മെത്തേഡ്സ് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഹർഡിൽ ടെക്നോളജി ഇൻ മിനിമൽ പ്രോസസിംഗ്, അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഏതിന്റെ ബൈ പ്രൊഡക്ട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതിന്റെ പ്രൊഡക്ട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആൻഡ് ഫങ്ഷണൽ ഫുഡ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആ ന്യൂട്രാസ്യൂട്ടിക്കൽ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫങ്ഷണൽ ഫുഡ് എന്നൊക്കെ, അതിന്റെ ഫങ്ഷണൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബേസിക് ആസ്പെക്ട്സ് ഇൻ മീറ്റ് ആൻഡ് പൗൾട്രി പ്രോസസിംഗ്. അതിപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു മീറ്റ് പ്രൊഡക്ട്സിന്റെ ആന്റിമോർട്ടം ആൻഡ് പോസ്റ്റ് മോർട്ടം ഇൻസ്പെക്ഷൻ എന്താണ്, അതുപോലെ തന്നെ മീറ്റ് ആൻഡ് പൗൾട്രി എടുത്തു കഴിഞ്ഞാൽ ഓരോ ആനിമൽസിന്റെ ആയാലും സ്പെസിഫിക്കേഷൻ, ഓരോ ആനിമൽസിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ലെയറേജിൽ അതിന് റെസ്റ്റിംഗ് ഓഫ് ആനിമൽസ്, അതുപോലെ മീറ്റ് പ്രൊഡക്ട്സിന്റെ സ്റ്റണ്ണിങ് തൊട്ടിട്ട്, അതായത് അൺകോൺഷ്യസ് ആവുന്ന തൊട്ടിട്ട് ഫർദർ ബ്ലീഡിങ്ങും ഫർദർ എല്ലാ സ്റ്റെപ്സും അതിന്റെ അബറ്റോർ അല്ലെങ്കിൽ ആ ഒരു ടോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ടർ ഹൗസ് ആണ്. അപ്പൊ സ്ലോട്ടർ ഹൗസിൽ അതിന് ഓരോ പ്രോസസ്സിങ്ങിന്റെ പേരും, അതുപോലെ തന്നെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷന്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ ഓരോ പ്രൊഡക്ട്സ് മീറ്റ് ആൻഡ് പൗൾട്രി, അതുപോലെ തന്നെ ഫിഷ് പ്രൊഡക്ട്സിന്റെ ഒരു വൈഡ് വേഴ്സിറ്റൈൽ മീൻസും, അതുപോലെ തന്നെ അല്ലാതെയുള്ള പ്രൊഡക്ട്സിന്റെ സ്പെസിഫിക്കേഷൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അഡൾട്രേഷൻ, പിന്നെ അഡൾട്രേഷൻ മീറ്റ് ആൻഡ് പൗൾട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡൾട്രേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ അതിന്റെ ഓരോന്നിന്റെയും ഇപ്പം നൈട്രേറ്റ്സ്, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സിന്റെ ഇമ്പോർട്ടൻസ്, സ്മോക്ഡ് മീറ്റ് ടൈപ്സ്, അതിൽ തന്നെ മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിന്റെ ഒരു ഡൈവേഴ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് പ്രൊഡക്ട്സിന്റെ. ഓരോ പ്രൊഡക്ട്സിന്റെയും സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കൺട്രി ഓഫ് ഒറിജിൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മീറ്റ് ആൻഡ് പൗൾട്രി എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ട്സിലും ഓരോ ഇൻഗ്രീഡിയൻസിന്റെ ഇമ്പോർട്ടൻസ്, സോൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സോൾട്ടിങ് ആൻഡ് അതുപോലെ തന്നെ സ്മോക്ഡ് മീറ്റ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ മീറ്റ് ആൻഡ് പൗൾട്രിയുടെ കുറെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. ഓരോ ബൈ പ്രൊഡക്ട്സും ഏത് ആനിമൽസിൽ നിന്നാണ് എടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഹാം ആയാലും, അതുപോലെ തന്നെ
ബേക്കൺ ആയാലും ഏത് മീറ്റിന്റെ ഏത് പോർഷൻ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്. അതായത് ഫിഷ് പ്രോസസിങ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രീ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫിഷിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, മെയിൻ പ്രൊഡക്ട്സ് ഉണ്ട്, അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഡയറി ടെക്നോളജി എന്നുള്ള സിംഗിൾ വേർഡേ കൊടുത്തില്ലെങ്കിലും ഡയറി ടെക്നോളജി വെച്ച് ഒരു എൻ്റെ കോഴ്സ് തന്നെയാണ്. ഓക്കെ, ഒരു ഡിഗ്രി തന്നെയാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെ ഡയറി ടെക്നോളജിയിലുണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓരോ ഡയറി പ്രൊഡക്ട്സും മിൽക്കിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിന്റെ ഫാറ്റ്, SNF, ഡയറി ഓരോ പ്രൊഡക്ട്സിന്റെയും ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷൻ. ഡയറി ഇപ്പം ട്രഡീഷണൽ ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, അല്ലാതെയുള്ള ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, യോഗേർട്ട് ആയാലും കേർഡ് ആയാലും അതുപോലെ തന്നെ ഗീ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും ഓരോ പ്രൊഡക്റ്റിന്റെയും സ്പെസിഫിക്കേഷൻസും അതിന്റെ ഒരു ബേസിക് പ്രോസസ്സിംഗ് ഫ്ലോ ചാർട്ടും, അതുപോലെ തന്നെ ഡയറി ടെക്നോളജിയുള്ള ഓരോ പ്രോസസ്സിന് ഹോമോജനൈസേഷൻ ആയാലും പാസ്ചറൈസേഷൻ ആയാലും അതുപോലെ UHT സ്റ്റെറിലൈസേഷൻ ആയാലും ഓരോ പ്രോസസ്സിങ്ങിന്റെയും സ്റ്റാൻഡേർഡ്സും അതിന്റെ ഇമ്പോർട്ടൻസും, പിന്നെ അതിന്റെ ടൈം ടെമ്പറേച്ചർ കോമ്പിനേഷൻ, അതിന്റെ ബാക്കി ക്യാൻഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിന്റെ സ്പെസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൽ മെയിനായിട്ട് വരുന്നത് ചീസ് ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറി ടെക്നോളജിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ബീവറേജസിൽ ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ് ഉണ്ട്, അതിൽ ഫ്രൂട്ട് ബേസ്ഡ് ബീവറേജസ് ഉണ്ട് നോൺ ആൽക്കഹോളിക്കിൽ, അതുപോലെ തന്നെ ആൽക്കഹോളിക്കിലും ഫ്രൂട്ട് ബേസ്ഡ് ബീവറേജസ് ഉണ്ട്. ഇനി ഓരോ ബീവറേജസിന്റെയും സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻ, അതിന്റെ ഫ്രൂട്ട് കണ്ടന്റ്, അതുപോലെ തന്നെ അതിന്റെ TSS എത്രയാണ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എന്താണ്, പിന്നെ വേറെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷൻസും, അതുപോലെ മെയിൻ ആയിട്ട് ആൽക്കഹോളിക് ബീവറേജസ് തന്നെ ടോട്ടൽ ആൽക്കഹോളിക് കണ്ടന്റ് ഏതാണ്, അത് ഏത്, ഇപ്പം ഒരുപാട് ആൽക്കഹോളിക് ബീവറേജസ് ഉണ്ട്, അപ്പം അതിന്റെ ഓരോന്നും സോഴ്സ് ഒറിജിൻ ഏതാണ്, അതുപോലെ തന്നെ ബാർലിയുടെ മാൾട്ടിംഗ് പ്രോസസ്സിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അത്രയും കാര്യം. പിന്നെ ഈ ബാർലിയുടെ പറയുകയാണെങ്കിൽ സീരിയൽസും പൾസസും ബാർലിയും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. അപ്പൊ അതിന്റെ പ്രോസസ്സിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫുഡ് എഞ്ചിനീയറിംഗ് ആണ്. ഫുഡ് എഞ്ചിനീയറിംഗ് നമ്മൾ ഈ ഒരു എക്സാം നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു ടോപ്പിക്കിന്റെ വെയിറ്റേജ് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓവറോൾ അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഫുഡ് ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് എഞ്ചിനീയറിംഗ് ഓരോ യൂണിറ്റ് ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റ്സിന്റെ സ്പെസിഫിക്കേഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ സ്പെസിഫിക്, കാരണം ഇതൊരു ഡിപ്ലോമ ആയതുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രൊഡക്ട്സിന്റെയും ഓരോ ഫുഡ് ഇൻഗ്രീഡിയൻസിന്റെയും, അതായത് സീരിയൽസ് ആയാലും പൾസസ് ആയാലും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആയാലും അതുപോലെ തന്നെ മീറ്റ് ആൻഡ് പൗൾട്രി ആയാലും ഈ ഓരോതിന്റെയും ക്ലീനിങ്സും ഗ്രേഡിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിനും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഫുഡ് ടെക്നോളജി എന്നൊരു നമ്മൾ കാണുന്ന കുറെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പഴയ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒരു എക്സാക്ട് ഫുഡ് ടെക്നോളജിസ്റ്റ്, നല്ല ഡൈവേഴ്സ് നോളജ് ഉള്ള ഒരാളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടെങ്കിൽ അതിലൊരു 30% പോലും ഭൂരിഭാഗം പേർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷനും വാല്യൂസും വരുന്നത്. കാരണം ഒരു കോഴ്സിന്റെ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് എഞ്ചിനീയറിംഗിന്റെ ആസ്പെക്ട് ആയാലും ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും മൈക്രോബയോളജി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും, അതായത് എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു രത്ന ചുരുക്കമാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതൊന്നും കൂടാതെ ജനറൽ നോളജും കൂടെ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ സബ്ജക്റ്റും നമുക്കിതിൽ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഒഴിവാക്കി, അതായത് എഞ്ചിനീയറിംഗിൽ മാത്സ് ഒക്കെ വരും, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രൈയിങ് കാൽക്കുലേഷൻ ആയാലും, ഫോർ എക്സാമ്പിൾ ഇതിൽ ക്ലീനിങ് ഗ്രേഡിങ് ഓപ്പറേഷൻ, ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറീസ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, ഓൾമോസ്റ്റ് 7 കാറ്റഗറീസിലും എല്ലാത്തിനും ഗ്രേഡിങ് ഓപ്പറേഷൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ക്ലീനിങ്ങിനായാലും ഗ്രേഡിങ്ങിനായാലും ഓരോ ഗ്രേഡിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈസ് റിഡക്ഷൻ മെത്തേഡ്സിൽ ഒരുപാട് ലോസ് ഉണ്ട്. അത് ഫൈൻ ഗ്രൈൻഡിങ്, കോഴ്സ് ഗ്രൈൻഡിങ്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഗ്രൈൻഡിങ്ങിനുള്ള കുറെ ലോ ആൻഡ് റെഗുലേഷൻ, അത് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എന്ത് ടൈപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ്സും അതും റിലേറ്റഡ് ആയിട്ടുള്ള ലോസും വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു
ഫൈൻ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഇത്ര മൈക്രോമീറ്ററുള്ള പ്രൊഡക്ട്സ് ഗ്രൈൻഡ് ചെയ്യാൻ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഗ്രൈൻഡ് ചെയ്യാൻ റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് ഈ ഒരു റൈസ്, അല്ലെങ്കിൽ ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് പാഡി, അല്ലെങ്കിൽ ഫൈൻ ഗ്രൈൻഡിങ് ഓഫ് വീറ്റ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈൻ ഗ്രൈൻഡിങ്ങിന് ഏത് ലോ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ലോനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാരാമീറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ അതിന് ഏതൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഏതൊക്കെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മിക്സിങ്ങും ഫിൽട്രേഷനും. അപ്പൊ മിക്സിങ്ങിന് ഏതൊക്കെ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് മിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈസ് റിഡക്ഷൻ ആയാലും മിക്സിംഗ് ആയാലും എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നും ഓരോ എക്യുപ്മെന്റ്സിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നും, അതുപോലെ തന്നെ ലിക്വിഡ് മിക്സിംഗ് ആണെങ്കിൽ ഓയിൽ ലിക്വിഡ് മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ സോളിഡ് മിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഏത് ലോ ആണ് അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ ഏതാണ്, അതുപോലെ തന്നെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫിൽട്രേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പോർ സൈസിനെ ബേസ് ചെയ്തിട്ട് മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ പോലെയുള്ള ഫിൽട്രേഷൻ മാത്രമല്ല, അല്ലാതെ ഡീകാൻഡലിങ്ങും അതുപോലെ തന്നെ ഒരുപാട് വേറെ മെത്തേഡ് ഓഫ് ഫിൽട്രേഷൻ കൂടിയുണ്ട്. സോളിഡ് ലിക്വിഡ് ഫിൽട്രേഷൻ, അതുപോലെ സെൻട്രിഫ്യൂഗേഷൻ അതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ മെയിൻ ആയിട്ട് നോക്കിയാൽ ഇവാപറേഷൻ, അത് റൈസിങ് ഫിലിം ആയാലും ഫാളിങ് ഫിലിം ആണെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും ടോട്ടൽ സോളിബിൾ സോളിഡ്സ് എത്രയാണ്, അതുപോലെ തന്നെ എത്ര തൊട്ട് എത്ര വരെയുള്ളതിന് റൈസിങ് ഫിലിം യൂസ് ചെയ്യും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇഫക്റ്റീവ് ഓപ്പറേറ്റർ എന്താണ്, അതിന്റെ എഫിഷ്യൻസി എത്രയാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ട്സ് ഇത്ര കോൺസെൻട്രേഷൻ ആയി കുറച്ച് കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് മോയ്സ്ചർ റിമൂവ് ആയി എന്നുള്ളത് ജനറൽ ആയിട്ട് കുറെ എക്സാമിനൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഫുഡ് എനിക്ക് മെയിൻ ആയിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഫുഡ് അനലിസ്റ്റിന്റെ സിലബസ് ആണ്, FSIയുടെ. അതിന്റെ ഒരുപാട് എക്സാം കണ്ടിട്ടുണ്ട്. അത് ജൂനിയർ സീനിയർ ഫുഡ് അനലിസ്റ്റ് ഉണ്ട്. അതിന്റെ ഓരോന്നി ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് സെൻട്രിഫ്യൂജ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ഏതാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഓരോ സെൻട്രിഫ്യൂഗിന്റെയും ലെങ്ത് ബിഡ്ത്ത് എത്രയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര RPM ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു സെൻട്രിഫ്യൂഗ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഹോൾ സെൻട്രിഫ്യൂഗേഷൻ ഒരു സിംഗിൾ ടേം ആണ് ഇവിടെ കൊടുത്തെങ്കിലും അതൊരു വലിയ ഒരു ഹോൾ ക്ലാസ്സിനുള്ളതാണ്. ഇപ്പൊ സൈസ് റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും മിക്സിംഗ് ആണെന്നുണ്ടെങ്കിലും ഫിൽട്രേഷൻ ആണെന്നുണ്ടെങ്കിലും അതൊരു വലിയൊരു പോർഷൻ ആണ്. അപ്പൊ അതിന്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ സിലബസിൽ ഇത്രയേ ഉള്ളൂ, അത് അത്ര പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം നമുക്ക് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ക്വസ്റ്റ്യനും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരു വേക്കൻസിയുടെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിസ്സായിരിക്കും പലതും. അപ്പൊ നമ്മൾ ഓരോ ലൈൻസും സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും അതിൻ്റെതായ ഇമ്പോർട്ടൻസും വാല്യൂ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ മെംബ്രെയിൻ സെപ്പറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, മെംബ്രെയിൻ ഫിൽട്രേഷൻ ഏതാണ്, റിവേഴ്സ് ഓസ്മോസിസ് ആണെങ്കിലും അപ്പൊ അതിന്റെ മെക്കാനിസം, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മാസ് ട്രാൻസ്ഫർ ഇക്വേഷൻസും, അതുപോലെ തന്നെ സെഡിമെന്റേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് സെഡിമെന്റേഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊളോയിഡ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സെഡിമെന്റേഷൻ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ടൈപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് ടു ഡെൻസിറ്റി റേഷ്യോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസും വെച്ചിട്ട് നമുക്ക് തറോലി ആ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാൻ വേണ്ടി മാത്രമേ ആ പോർഷനായിട്ട് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു പോർഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. അപ്പൊ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ അത് നോക്കി നമുക്ക് പ്ലസ് ടു എല്ലാവരും പഠിച്ച തെർമോഡൈനാമിക്സിന്റെ ലോ 1 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ടു സ്പിയർ, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ടു സ്ലാബ്, അതുപോലെ തന്നെ ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫേഴ്സിന്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫറും സെയിം ഇതുപോലെ ഫിക്സ് ലോയും അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ അതിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ
അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടെയാണ് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഇൻ ഫുഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വളരെ വൈഡ് ആയിട്ടുള്ള, പക്ഷെ വളരെ പഠിക്കാൻ വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ആ ഒരു പോർഷനിൽ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടാണ് FSA ആക്ട്. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസിൽ വരുന്ന സെയിം ആണ് ഫുഡ് സേഫ്റ്റി ആക്ട്. അതുപോലെ അതിൽ മെയിൻ ആയിട്ട് പ്രൊവിഷൻ ആൻഡ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ഷൻ ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആക്ട് ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ FSA റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ അമെന്റ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജെൻസിസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് FSSAയുടെ എവല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫുഡ് ഓർ ഹെൽത്ത് സപ്ലിമെന്റ്സ്, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയറ്ററി യൂസ് ഫോർ ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ്, അതുപോലെ തന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ ഓഫ് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് നോവൽ ഫുഡ് റെഗുലേഷൻസ്. നോവൽ ഫുഡ്സിന് അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് ഫുഡ്സിന്റെ റെഗുലേഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറെ സബ്സെക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഓർ ഹെൽത്ത് സപ്ലിമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസും സബ്സെക്ഷനും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫംഗ്ഷൻ ഓഫ് ഫുഡ് ആൻഡ് നോവൽ ഫുഡ് റെഗുലേഷൻ 2016 അതിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ട് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റീകോൾ പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഇമ്പോർട്ട് റെഗുലേഷൻസ്, ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ആയിട്ട് റിലേറ്റഡ് ചെയ്ത റെഗുലേഷൻസ് 2017 വന്ന ആ ഒരു റെഗുലേഷൻ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ആ ലൈസൻസിങ് പ്രൊസീജിയേഴ്സും, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അമെന്റ്മെന്റ്സ്, റീസെന്റ് വന്ന അമെന്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓർഗാനിക് ഫുഡ് റെഗുലേഷൻ 2017. അതുകൂടാതെ നെക്സ്റ്റ് വരുന്ന ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് റെഗുലേഷൻ 2018. ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ റീസെന്റ് വന്ന 2018 അതുപോലെ തന്നെ അതിനുശേഷം അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട് 2021. അപ്പോൾ അതിൽ വന്ന അമെന്റ്മെന്റ്സും ഫോർട്ടിഫിക്കൻസിന്റെ ഏത് ഫോർട്ടിഫിക്കൻസ് ആ യൂസ് ചെയ്യേണ്ടതും, ഏതൊക്കെ ഫോർട്ടിഫിക്കൻസ് ബാൻഡ് ആണ്, അതുപോലെ തന്നെ ആ ഫോർട്ടിഫിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന മാക്സിമം ലിമിറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ, പിന്നെ മാൻഡാറ്ററി ഫോർട്ടിഫിക്കേഷൻ ഏതൊക്കെ പ്രൊഡക്ട്സിലാണ് ഉള്ളത് എന്നുള്ളത്, പിന്നെ ഫോർട്ടിഫിക്കൻ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആൽക്കഹോളിക് ബീവറേജസ് റെഗുലേഷൻസ് 2018. ഇത്രയും അഡിറ്റീവ് റെഗുലേഷൻ ആയാലും, ഇമ്പോർട്ട് റെഗുലേഷൻ ആയാലും, ഓർഗാനിക് ഫുഡ് റെഗുലേഷൻ ആയാലും, ഫോർട്ടിഫൈഡ് ഫുഡ് റെഗുലേഷൻ ആയാലും, റീകോൾ പ്രൊസീജിയർ ആണെങ്കിൽ അതിന്റെ റീകോൾ പ്രൊസീജിയർ ഇപ്പൊ നമ്മൾ ശരിക്കും ഫ്ലോ ചാർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റീകോൾ പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ അതിന്റെ ഓരോ സ്റ്റെപ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ വിച്ച് among the following is not a step of ഇമ്പോർട്ട് റെഗുലേഷൻ അല്ലെങ്കിൽ റീകോൾ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം അത് ഏത് സ്റ്റെപ്പ് ആണെന്നുള്ളത്. പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് food quality and safety food products laid down in the FS regulation 2011. പിന്നെ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് ആൻഡ് ലാബലിംഗ് റെഗുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലാബലിംഗ് റിക്വയർമെന്റ്സ് എന്താണ്, അതിൽ തന്നെ ഏതെങ്കിലും ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അലർജൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ലാബലിംഗിൽ. അതുപോലെ തന്നെ ലാബലിംഗിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഈ നമ്പേഴ്സും അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ്. അതിന്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾസും നൊട്ടേഷൻസും ഉണ്ട് ലാബലിംഗിൽ. ആ ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് റെഗുലേഷൻ നെക്സ്റ്റ് വരുന്നതാണ്. പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ഈ ഒരു പ്രൊഡക്ട്സിന് ഈ ഒരു പാക്കേജിംഗ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏതൊക്കെ പാക്കേജിംഗ് ഉപയോഗിക്കാം, ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്ങിന്റെ മാക്സിമം ആ ഒരു ഡീഗ്രഡേഷന്റെ ടൈം എന്താണ്, അങ്ങനെയുള്ള പാക്കേജിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെന്റ്മെന്റ്സും റീസെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2018 റെഗുലേഷൻ മാത്രം നോക്കിയപ്പോൾ ഇതിന്റെ റീസെന്റ് അമെന്റ്മെന്റ് എന്താണ് നമുക്ക് കൂടെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ലാബലിംഗ് ഡിസ്പ്ലേ റെഗുലേഷൻ 2020. ഓക്കെ, അപ്പോൾ ഓരോ പ്രൊഡക്ട്സ് എങ്ങനെ ലാബൽ ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത
പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓവർവ്യൂ ഓഫ് നാഷണൽ ഇന്റർനാഷണൽ റെഗുലേഷൻ സ്റ്റാൻഡേർഡ് ബോഡീസ്. ഇത് നമ്മുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ അതേ സിലബസിന്റെ അണ്ടറിൽ വരുന്ന സെയിം കാര്യമാണ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെഗുലേഷൻസ്. അതിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, അതുപോലെ തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS, അതുപോലെ BIS നമ്പേഴ്സ്, അതുപോലെ തന്നെ BISന്റെ ഓരോ പ്രൊഡക്ട്സിനുള്ള സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ അപ്പയുടെ ഓരോ പ്രൊഡക്ട്സിനുള്ള സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ പിന്നെ എംപേഡ മറൈൻ പ്രൊഡക്ട് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, അതുപോലെ തന്നെ കോഡെക്സ് അൽമന്റാരിസ് കമ്മീഷൻ, WHO ജോയിന്റ് ഓർഗനൈസേഷന്റെ കോഡെക്സ് അൽമന്റാരിസ് കമ്മീഷൻ, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ കോഡെക്സ് അൽമന്റാരിസിന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു 100+ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO 9000 തൊട്ടിട്ട് പിന്നെ ISO 14000, 22000 ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത ISO, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ ISO തന്നെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ ISO എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ ഓരോ ISO എന്തിനെ റെപ്രസെന്റ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ISOന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ്സ്. അതിൽ BIS എടുത്തു കഴിഞ്ഞാൽ പാക്കേജ് ഏതൊക്കെ പ്രൊഡക്ട്സിനാണ് BIS സ്റ്റാൻഡേർഡ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആണ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ഹസാർഡസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് HACCP, അതുപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ്. അപ്പൊ ഇത്രയും പ്രോസസ്സ്, ഇതിന്റെ ഓരോന്നിനും ഓരോ സ്റ്റെപ്സും അതുപോലെ തന്നെ അതിന് ഇംപ്ലിമെന്റേഷൻ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ പ്രിൻസിപ്പിൾസും സ്റ്റെപ്സും ഉണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ആയാലും ഹൈജീനിക് പ്രാക്ടീസ്, അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആയാലും അതിന് ഓരോന്നിനും കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇൻ ഫുഡ് പ്രിമൈസസിൽ, ഫുഡ് പ്രിമൈസസ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയിൽ അതുമായിട്ട് ആ ഒരു GMP അല്ലെങ്കിൽ CGMP അല്ലെങ്കിൽ CGMP സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഈ ഓരോന്നിന്റെയും GMP ആയാലും HACCP ആണെങ്കിലും അതിന്റെ ഓരോന്നിന്റെ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പ്രൊഡക്ട്സിനുള്ള ബേസിക്സ് സ്റ്റാൻഡേർഡ്സ്, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസ്, വിച്ച് among the following is a good hygienic practice എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഏതൊക്കെയാണ് ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് എന്നും അതിന് ഇപ്പൊ എത്ര സമയം കൈ കഴുകണം എന്നുള്ളത് ഒരു ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസിന്റെ ഭാഗമായിട്ടുള്ള. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കണം, എത്ര സെക്കൻഡ് ആണ് അല്ലെങ്കിൽ എത്ര ടൈം ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു ക്ലീനിങ് സൊല്യൂഷൻ, ഈ ഫ്ലോറിന് ഏത് ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഒരു പൈപ്പ് ലൈൻസിൽ ഇപ്പൊ ഒരു ലോ ആസിഡ് ഫുഡ് എന്നുള്ള പൈപ്പ് ലൈൻസിൽ എന്ത് യൂസ് ചെയ്യാം, ഹൈ ആസിഡ് ഫുഡ് ഉള്ള പൈപ്പ് ലൈൻസിൽ ഏത് ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറി പ്ലാന്റ്സിൽ ഏത് ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അതിന്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ അഗ്മാർക്ക്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അഗ്മാർക്ക് സർട്ടിഫിക്കേഷൻ വേണ്ട പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നത് FAO, WHO ജോയിന്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ഫുഡ് അഡിറ്റീവ്സ്, അതുപോലെ തന്നെ ജോയിന്റ് എക്സ്പേർട്ട്, റിസ്ക് അസസ്മെന്റ് ആയാലും, അതുപോലെ തന്നെ ജോയിന്റ് എക്സ്പെർട്ട് കമ്മിറ്റി കുറെ ഉണ്ട്. ഈ ഉള്ളത് മാത്രമല്ല, ഒരുപാട് ജോയിന്റ് എക്സ്പെർട്ട് കമ്മിറ്റി, അതായത് പിന്നെ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ബോഡീസ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നാഷണൽ ബോഡി, ഇന്റർനാഷണൽ ബോഡി ഏതാണെന്നുള്ളതും അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഓവർവ്യൂ ഓഫ് നാഷണൽ ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ മെയിൻ ആയിട്ട് PFA. അപ്പോൾ ഈ ഓരോന്നിന്റെയും ഈ ഓരോ ഓർഡേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ FSI ആയത്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയത്. ഓക്കെ. അപ്പൊ ഈ ഓരോന്നിന്റെയും പഴയകാല റെഗുലേഷൻസും അതിൽ മെയിനായിട്ട് വരുന്ന PFA ഇയർ ഏതാണ്, ഈ ഓരോന്നിന്റെ ഇയേഴ്സ് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ്സ്, പഴയകാല സ്റ്റാൻഡേർഡ്സ് ചോദിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് എന്താണ്, അതുപോലെ തന്നെ പിന്നെ അത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് ഏതാണ്, അതുപോലെ തന്നെ ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ കൺട്രോൾ ഓർഡർ, അതുപോലെ തന്നെ എക്സ്പോർട്ട് കൺട്രോൾ ഓർഡർ, കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട്, അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആക്ട്. ഇത്രയും കാര്യങ്ങളും അത് ഇംപ്ലിമെന്റ് ചെയ്ത വർഷം, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം, അതിന്റെ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസും സ്റ്റാൻഡേർഡ് ടു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ തന്നെ ഓരോന്നിന്റെയും സ്റ്റാൻഡേർഡ്, ഓരോ പ്രൊഡക്ട്സിന്റെയും സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലബോറട്ടറി ഇക്കോസിസ്റ്റം ഇൻ FSI. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ FSIയുടെ റഫറൽ ലബോറട്ടറി ഏതാണ്, സെൻട്രൽ ലബോറട്ടറി എവിടെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഹൈറാർക്കി എങ്ങനെയാണ്, ടോട്ടൽ എത്ര സെൻട്രൽ ലബോറട്ടറി റഫറൽ ലബോറട്ടറി ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ NABL,
അക്രഡിറ്റേഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് ലബോറട്ടറി NABL, അതുപോലെ തന്നെ അതിന്റെ അക്രഡിറ്റേഷൻ പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറിയുടെ അക്രഡിറ്റേഷൻ ബോഡീസ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISOന്റെ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ IECയുടെ സ്റ്റാൻഡേർഡ്സും. ഓക്കെ, പിന്നെ ലബോറട്ടറി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? അതാണ് ISO 17025. അതുപോലെ തന്നെ അതിന്റെ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയേഴ്സും, അതുപോലെ തന്നെ അതിന്റെ പ്രീ റിക്വസിറ്റ് പ്രോഗ്രാംസ് എന്താണ്, അക്രഡിറ്റേഷൻ പ്രൊസീജിയർ ഏതാണ്, അതുപോലെ തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ ബോഡി അതിന്റെ മാനേജ്മെന്റ് റിക്വയർമെന്റ്സ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്താണ്. കാരണം ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് ടു മാനേജ്, അല്ല, ഈ ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ്സും റെഗുലേഷൻസും സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ലബോറട്ടറി ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സ്റ്റാൻഡേർഡ്സും അതിന്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിന്റെ അക്രഡിറ്റേഷൻ ആയാലും അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലബോറട്ടറി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ഹൈറാർക്കി എന്താണ്, പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതിന്റെ കാറ്റഗറീസ് എന്താണ്, ഏതൊക്കെ അനാലിസിസ് ഏത് കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ റിക്വയർഡ് ഡോക്യുമെന്റേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏതാണ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ലബോറട്ടറിയിലെ അനലിറ്റിക്കൽ ടെക്നിക്സ്, അതുപോലെ തന്നെ ആ അനലിറ്റിക് ടെക്നിക്സ് അവിടെ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രജിസ്ട്രേഷൻസും സർട്ടിഫിക്കേഷൻസും, ഇപ്പൊ എല്ലാ ലബോറട്ടറി എല്ലാ അനാലിസിസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെന്റേഷനും സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിന്റെ അതർ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഫുഡ് ഇമ്പോർട്ട് ക്ലിയറൻസ് സിസ്റ്റം FICS ഇംപ്ലിമെന്റേഷൻ ബൈ FSI. അപ്പോൾ ആ ഇമ്പോർട്ട് ക്ലിയറൻസ് സിസ്റ്റത്തിൽ വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, ആ ഡോക്യുമെന്റേഷൻ എങ്ങനെ ചെയ്യാം, അതിന് ഓരോന്നിനും വേണ്ട പേയ്മെന്റ്സ്, അത് എവിടുന്ന് ആ ഒരു അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അപ്രൂവ് ആവുള്ളൂ, അത് NABL ആണോ അല്ലെങ്കിൽ സെൻട്രൽ ലബോറട്ടറി ആണോ, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ വൺസ് എന്തെങ്കിലും നോൺ കൺഫോമിറ്റി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ റെഗുലേഷൻസ്, എന്തൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലബോറട്ടറി സേഫ്റ്റി മെഷേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഹൈജീൻ, അതുപോലെ തന്നെ എമർജൻസി ക്ലീനിങ് അല്ലെങ്കിൽ എമർജൻസി ഇഷ്യൂസ് ഒന്ന് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്, അതുപോലെ തന്നെ ഹസാർഡ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ഫുഡ് ലബോറട്ടറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ലാബോറട്ടറി സേഫ്റ്റി റിക്വയർമെന്റ്സും അതിന്റെ സ്പെസിഫിക്കേഷൻസും നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഒരു സിംഗിൾ ലൈനിൽ കൊടുത്തില്ലെങ്കിൽ ലാബ് സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് സ്റ്റാൻഡേർഡ്സും സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അത് ഓരോ ടൈപ്പ് ഓഫ് അനാലിസിസിന് എന്ത് ടൈപ്പ് അനാലിസിസ് ആണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ സേഫ്റ്റി പാരാമീറ്റേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ, അതും ആസിഡ് വെള്ളത്തിലേക്കാണോ വെള്ളം ആസിഡിലേക്കാണോ ഒഴിക്കേണ്ടത്, അങ്ങനെ അത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണെങ്കിൽ പോലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കെമിക്കൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞത് ലബോറട്ടറി ഇക്കോസിസ്റ്റത്തിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ എങ്ങനെ ഓരോ കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ തന്നെ ആസിഡ്സ് ആൻഡ് ഫ്ലെയിമബിൾസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിൽ തന്നെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ സിമ്പിൾസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഓരോ സിമ്പിൾസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സിമ്പിൾസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എക്സാമിന്. ഈ സിമ്പിൾസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഫ്ലെയിമബിൾസിന് എന്ത് സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ആസിഡ്സിന് എന്ത് സിമ്പിൾസ് ആണ്, അതുപോലെ ഹാൻഡ് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം, അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യേണ്ട കേസസ്, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് സ്റ്റാൻഡേർഡ്സ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസ്, അതുപോലെ തന്നെ ഫ്ലെയിമബിൾ ഗ്യാസ്, അതുപോലെ തന്നെ പിന്നെ ടോക്സിക് കെമിക്കൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന്റെ സിമ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ ഗ്യാസ് ആൻഡ് കെമിക്കൽസും, അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ലബോറട്ടറി വേസ്റ്റ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, ഇൻസിനറേഷൻ മാത്രമല്ല ഒരുപാട് ലബോറട്ടറി വേസ്റ്റ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ബയോഡിഗ്രേഡബിൾ ബയോഡിഗ്രേഡബിൾ സെഗ്രിഗേഷൻ പ്രൊസീജിയർ സ്റ്റെപ്സും, ആ സ്റ്റെപ്സ് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ആണ്. അതിൽ ഏതൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, എത്രാമത്തെ സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പും സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പൊ ആ ഓരോ സ്റ്റെപ്സ് വൈസ് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫുഡ് ക്വാളിറ്റി ആൻഡ് അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ അതിലും ഒരുപാട് ക്വാളിറ്റി അനാലിസിസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ ഫുഡ് കെമിസ്ട്രിയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരുപാട് പിന്നെ സ്റ്റെപ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സാമ്പിൾ പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി അനാലിസിസിന് സാമ്പിളിംഗ് പ്രൊസീജിയർ, അതുപോലെ തന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ പ്രൊസീജിയേഴ്സ്, അത് എന്ത് ടൈപ്പ് റാൻഡം സാമ്പിളിംഗ് ആണോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സാമ്പിളിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സാമ്പിൾ ഉണ്ട്. സാമ്പിളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് പ്ലാൻ ഇസ്
ഹ്യൂജ് സ്റ്റെപ്സ്. അപ്പൊ അതിൽ ഏതൊക്കെ പ്രൊസീജിയർ ആണ്, അപ്പോ അതിന്റെ എറർ വാല്യൂ എന്താണ്, എറേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാമ്പിളിംഗ് പ്ലാൻ എന്താണ്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് സാമ്പിൾ സൈസ്. ഓരോ പ്രൊഡക്ട്സിന്റെയും എല്ലാ പ്രൊഡക്റ്റിനും ഒരേ സാമ്പിൾ സൈസ് ആയിരിക്കില്ല, ഡിഫറെന്റ് സാമ്പിൾ സൈസ് ആയിരിക്കും. അപ്പൊ ആ സാമ്പിൾ സൈസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പാർട്ടിക്കിൾ സൈസ്, അതുപോലെ ഫോർമാലിൻ ഇപ്പൊ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ചില സാമ്പിൾസ് നമുക്ക് ഫോർമാലിൻ വെച്ച് പ്രിസർവ് ചെയ്യാൻ പറ്റും, ലൈക് സാമ്പിൾസ് ഒക്കെ, പക്ഷെ അത് കൺസംപ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സ് ഏത് മെത്തേഡ് വെച്ച് പ്രിസർവ് ചെയ്യാം, ഇത്രയും കാലം സാമ്പിൾ എടുത്തപ്പോൾ തന്നെ നമുക്കത് അനാലിസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ സമയം കഴിഞ്ഞാൽ മൈക്രോവേവ് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു വാല്യൂ ഡീവിയേറ്റ് ചെയ്യും. അപ്പൊ അതിനുള്ള സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, സാമ്പിൾ സൈസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു ഫുഡ് അനലിസ്റ്റ് എങ്ങനെ സാമ്പിൾ അനാലിസിന്റെ സ്റ്റെപ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ എത്ര സാമ്പിൾ എടുക്കുന്നു, ഏത് സാമ്പിൾ എവിടെ കൊടുക്കുന്നു, അത് എത്ര ടൈമിനുള്ള അനാലിസിസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് അനാലിസിസ് ചെയ്തിട്ട് ആരുടെ കയ്യിൽ അതിന്റെ റിപ്പോർട്ട് എവിടെ സബ്മിറ്റ് ചെയ്യണം, അത് ആ ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയർ. ഈ ഒരു പർട്ടിക്കുലർ സാമ്പിൾ ആണെങ്കിൽ എത്ര ടൈമുള്ള അനാലിസിസ് കംപ്ലീറ്റ് ആവണം എന്നില്ല. അങ്ങനെ ഒരു അത് ഏത് ലാബിൽ അനാലിസിസ് ചെയ്യണം, സെൻട്രൽ ലാബിലാണോ, അങ്ങനെയുള്ള അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു അനാലിറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമോജിനിറ്റി സാമ്പിളിംഗ് എടുക്കുമ്പോൾ ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ, സാമ്പിളിംഗ് പ്രൊസീജിയർ ഒരു ഡീറ്റെയിൽസ് പോർഷൻ ആണ്. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ടെക്നോളജിയും, അതുപോലെ തന്നെ ഡീകമ്പോസിഷൻ എങ്ങനെയാണ്, ഡീകമ്പോസിഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ സ്റ്റോറേജ്, ഏതൊക്കെ സാമ്പിൾ എത്ര ടെമ്പറേച്ചറിൽ എവിടെ സ്റ്റോർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഓരോ ഫുഡ് ഇൻഗ്രീഡിയൻസിനും ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് സ്റ്റോറേജിനും ഡീകമ്പോസിഷൻ പ്രൊസീജിയേഴ്സിനും. അതുപോലെ തന്നെ ലോ ഓഫ് മാസ് ആക്ഷനും, അതുപോലെ തന്നെ ലീ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സ്റ്റോഷിയോകെമിസ്ട്രി, വോളിയോമെട്രിക് ആൻഡ് ഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് വോളിയോമെട്രിക് അനാലിസിസ് ഉള്ളത്, ഏതൊക്കെയാണ് ഗ്രാവിമെട്രിക് അനാലിസിസ് ഉള്ളത്, അതുപോലെ പെർസെന്റേജ് കൺവേർഷൻ. പിന്നെ മെയിൻ ആയിട്ട് കെമിസ്ട്രിയിൽ വരുന്ന വേറൊരു പ്രോസസ് മോളാർ കൺവേർഷനും ഇത്ര മോളാർ സൊല്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ml ഇത് എടുക്കണം എന്നുള്ള ആയിട്ടുള്ള കുറെ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മോളാർ, അതുപോലെ തന്നെ നോർമൽ, ppm, അതുപോലെ തന്നെ ppb, പാർട്സ് പെർ മില്യൺ, പാർട്സ് പെർ ബില്യൺ. പിന്നെ ഇതിന്റെയൊക്കെ ഇക്വേഷൻസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് മാസ് ആക്ഷനും മാസ് ട്രാൻസ്ഫർ, ലോ ഓഫ് മാസ് ട്രാൻസ്ഫർ, മാസ് ആക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലീ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾസിന് ഇമ്പോർട്ടൻസ്, സ്റ്റോഷിയോകെമിസ്ട്രിയും, അതുപോലെ തന്നെ വോളിയോമെട്രിക് ആൻഡ് ഗ്രാവിമെട്രിക് അനാലിറ്റിക്കൽ ടെക്നിക്സ് ഏതാണ്, അത് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഏതാണ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ഇക്വേഷൻസും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോക്സിമേറ്റ് കോമ്പോസിഷൻ, പ്രോക്സിമേറ്റ് അനാലിസിസ്, അതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, ആഷ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും, ഡ്രൈ ആഷിങ്ങും വെറ്റ് ആഷിങ്ങും, മോയ്സ്ചർ ഇൻ ടേംസ് ഓഫ് ഡ്രൈ ബൾബും, അതുപോലെ തന്നെ വെറ്റ് ബൾബ് കണ്ടീഷൻസും, അതുപോലെ മോയ്സ്ചർ കണ്ടന്റ്, അതുപോലെ തന്നെ അതിന്റെ കൺവേർഷൻസും അതിന്റെ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിസിക്കൽ മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസ്, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻസറി അനാലിസിസ്, അതുപോലെ തന്നെ അതർ സബ്ജക്റ്റീവ് അനാലിസിസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ഏതൊക്കെയാണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഏതൊക്കെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യണം. നമ്മൾ കുറെ അനാലിറ്റിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പം വിസ്കോമീറ്റർ ആണെങ്കിലും, അതുപോലെ തന്നെ തെർമോമീറ്റർ ആണെങ്കിലും, അതുപോലെ തന്നെ ബാരോമീറ്റർ ആണെങ്കിലും, ഇപ്പൊ ഓരോ പാരാമീറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നു, അതിന്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് കൺവേർഷൻ എന്താണ്. പിന്നെ ഗ്രാവിമെട്രിക്, ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസ് മെയിൻ ആയിട്ട് വരുന്നതാണ് ഗ്രാവിമെട്രിക് അനാലിസിസും ടൈട്രിമെട്രിക് അനാലിസിസും, അതുപോലെ തന്നെ അസിഡിറ്റി, അതുപോലെ തന്നെ pH, പിന്നെ റിഫ്രാക്ടോമീറ്റർ, അതുപോലെ തന്നെ അതിൽ മെയിൻ ആയിട്ട് ഒരുപാട് ടൈപ്പ് റിഫ്രാക്ടോമീറ്റർ, അതുപോലെ തന്നെ അത് റിഫ്രാക്ടോമെട്രി, അതുപോലെ തന്നെ അതിൽ എന്തിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അഡൾട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ പൊളാരിമെട്രി, അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസിൽ ഏതൊക്കെ റീജിയൻ, ഏതൊക്കെ അതിന്റെ വേവ് ലെങ്ത്തും അതുപോലെ തന്നെ വേവ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വാല്യൂടെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ ഏത് ടൈപ്പ് കെമിക്കലിനെ റെപ്രസെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വേവ് ലെങ്ത് ഏത് കെമിക്കലിനെ റെപ്രസെന്റ് ചെയ്യണം, ഈ ടൈപ്പ് ഓഫ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഫീൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഏത് ടെക്നിക്സ് യൂസ് ചെയ്യാം, വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ UV വിസിബിൾ. അപ്പൊ അതിന്റെ അബ്സോർപ്ഷൻ റേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മേജർ ഇൻഗ്രീഡിയൻസിന്റെ ആസ് പെർ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പല പഴയ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ UV ആൻഡ് ഫ്ലൂറസെന്റ് സ്പെക്ട്രോസ്കോപ്പിയും, അതുപോലെ തന്നെ BR ലാംബാർട്സ് ലോ, ഇത് സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾസും, അതുപോലെ തന്നെ
രാമൻ സ്പെക്ട്രം. ഓക്കെ, രാമൻ സ്പെക്ട്രം അത് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻ, അത് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതിന്റെ ഇക്വേഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ. അപ്പൊ നമുക്ക് ഈ എക്സാം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ന്യൂമറിക്കൽസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ന്യൂമറിക്കൽസ് ഒന്നും ചോദിക്കാതെയും എക്സാം ഉണ്ടാവും. കാരണം നമ്മള് ഈ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോലുള്ള എക്സാംസിനൊക്കെ ഒരുപാട് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ട്, ഇപ്പൊ റീസെന്റ് സാനിറ്ററി കെമിസ്ട്രിയുടെ എക്സാം ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആണെങ്കിലും അതിന്റെ ഡിറ്റക്ടേഴ്സ്, എന്ത് ടൈപ്പ് ഡിറ്റക്ടേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് ഓരോന്നും വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമിലും വളരെ തറവായിട്ട് ഈ ഓരോ അനാലിസിസും സ്പെസിഫിക്കലി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോന്നും വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിൽ തന്നെ അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫിയും നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ ഇതിന് ഓരോന്നിനും അയോൺ എക്സ്ചേഞ്ച് ആയാലും പിന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി ആണ്, പേപ്പർ ക്രോമറ്റോഗ്രാഫി ആണെങ്കിൽ, തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ആണെങ്കിൽ, തിൻ പ്ലേറ്റ് ക്രോമറ്റോഗ്രാഫി ആണെങ്കിൽ, ഇതിൽ ഓരോന്ന് പ്രിൻസിപ്പിൾ എന്താണ്, എന്ത് ടൈപ്പ് ഏത് അനലൈറ്റ്സ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ക്രോമറ്റോഗ്രാഫിയുടെ ആ ഒരു പേരിന്റെ മീനിങ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോർമൽ ഫേസ് ആണെങ്കിൽ, റിവേഴ്സ് ഫേസ് ആണെങ്കിലും, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആണെങ്കിൽ അതിനൊക്കെ ഡിറ്റക്ടേഴ്സ്, ഓരോ ഡിറ്റക്ടേഴ്സ് എന്തിനു ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹൈ ടെക്നിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ, ഇലക്ട്രോപോറസിസ് ടെക്നിക്സിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾസ്, അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ, ഏതൊക്കെ പ്രൊഡക്ട്സ് ഏതിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. പിന്നെ മെഷർമെന്റ് ഓഫ് റിയോളജിയുടെ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ റിയോളജിന്റെ ഒരുപാട് റിയോളജിക്കൽ പാരാമീറ്റേഴ്സ്, അതിന്റെ ഡെഫിനീഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ടെക്സ്ചർ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ റിയോളജി എന്താണ്, കുറെ വിസ്കോമെട്രി തന്നെ വിസ്കോമെട്രിക്ക് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റിയോമീറ്റേഴ്സും, അതുപോലെ തന്നെ റിയോമീറ്റേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൽ അണ്ടർ തന്നെ അഡിഷൻ, കോഹിസീവ് ഫോഴ്സ്, അല്ല വിസ്കോസിറ്റി തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ വിസ്കോസിറ്റി യൂസ് ചെയ്യുന്നത്, അത് എപ്പോഴാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതെന്താണ് വിസ്കോസിറ്റി, അത് അഫക്ട് ചെയ്യുന്ന, ഇപ്പൊ വിസ്കോസിറ്റിക്ക് അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, പിന്നെ റിയോളജി അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, പിന്നെ ഗമ്മിനെസ്, ചൂയിനെസ്, അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ടെക്സ്ചർ അനലൈസർ വരുന്നതാണ് ആ പാരാമീറ്റേഴ്സ് ഒക്കെ. അപ്പൊ അത് അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്, എങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഏതൊരു ടെക്സ്ചർ തരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊരു കോമ്പോസിഷൻ ആ ഒരു ടെക്സ്ചറിന് കാരണമായിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ബയോളജിക്കൽ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR, അതുപോലെ തന്നെ എലിസ ടെക്നിക്സ്, അതായത് എൻസൈം ഇമ്മ്യൂണോസോർബന്റ് അസേ, അതുപോലെ തന്നെ റേഡിയോ ഇമ്മ്യൂണോ അസേ, ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പം അതുപോലെ തന്നെ DNA സെപ്പറേഷൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്. ഇപ്പൊ PCR യൂസ് ചെയ്യുന്ന റിയേജൻസ്, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന എൻസൈംസ്, അതുപോലെ തന്നെ അതിൽ എത്ര വെൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റെപ്സ്, അതിന്റെ പിന്നെ ഇനീസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ ഉള്ള ആ ഒരു സ്റ്റേജസ്, റെപ്ലിക്കേഷൻ സ്റ്റേജസ്, അതെങ്ങനെ നടക്കുന്നു, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA എങ്ങനെ ഉണ്ടാവുന്നു, അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, പിന്നെ അതിന്റെ കോഡോൺസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇപ്പൊ അഡൽട്ട് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് എലിസ ഉണ്ട്, ഇപ്പൊ സാൻഡ്വിച്ച് എലിസ ആണെങ്കിലും, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ടൈപ്സ് ഓഫ് എലിസ എന്തിനു ഡിറ്റക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റേഡിയോ ഇമ്മ്യൂണോ അസേ, RAD എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. എന്തിനു വേണ്ടി റേഡിയോ ഇമ്മ്യൂണോ അസേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് ഡിറ്റക്ഷൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ്, അതിന്റെ എക്യുപ്മെന്റിന്റെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ സ്ട്രക്ചറും പാരാമീറ്റേഴ്സും, അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ ആസ്പെക്ട്സും എഞ്ചിനീയർ ആസ്പെക്ട്സും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ റീസെന്റ് എക്സാംസ്, PSCയുടെ റീസെന്റ് എക്സാം ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ മൈന്യൂട്ട് ആയിട്ട് ചോദിക്കുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ഓഫ് കാൻഡിഡേറ്റിനെ റിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വാളിറ്റി ഓഫ് എക്സാംസ് അത്രയും ടഫ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും ജനറൽ നോളജിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ റൈറ്റ്സും
പിന്നെ അതുപോലെ തന്നെ ബാക്കി ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്സ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാ PSCക്കും കോമൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എല്ലാ PSC എക്സാമിനും ഉള്ളതുപോലെ തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ബേസിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾമോസ്റ്റ് 50% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 15% അല്ലെങ്കിൽ പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതിൽ ചോദിക്കാം, വേണമെങ്കിൽ 20% വരെയൊക്കെ ചോദിക്കാം. അത്രയും വെയിറ്റേജ് നമുക്ക് സിലബസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് എക്സാമിൽ റീസെന്റ് 5%-ലും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ ആയിട്ട് ഇതിൽ ഒരുപാട് ഇപ്പം അനലിറ്റിക്കൽ ടെക്നിക്സിലൊക്കെ ട്രൂ ആൻഡ് ഫോൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രം നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ന്യൂമറിക്കൽ കുറെ പ്രോബ്ലംസ് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിലേറ്റഡ് ടു ഡാഷ് ടെക്നിക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലത്തെ ആ ഒരു സ്റ്റെപ്സ് കൃത്യമായിട്ട് അറിയണം. കാരണം ഒറ്റ നോട്ടത്തിൽ അതിന് ആൻസർ പറയാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻ. കാരണം ഓരോ സെന്റൻസും കൃത്യം, ഇപ്പം ഫോർട്ടിഫിക്കൻസ് ആയാലും അതുമായിട്ട് ഇപ്പൊ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻ ആയാലും അതിലൊക്കെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വളരെയധികം ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഓരോ സ്റ്റെപ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യണു, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റെപ്സ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റെപ്സ് ഇൻ ഫോർ എക്സാമ്പിൾ ഹാസിപ്പ് അല്ലെങ്കിൽ GMPയില് പ്രിൻസിപ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് GMP ഒക്കെ ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഓരോ പ്രിൻസിപ്പിളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോന്ന് വായിച്ചു നോക്കിയാൽ അതിൽ വരുവോ ഇല്ലയോ, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് എങ്ങനെ നമുക്ക് അതിൽ ഔട്ട് ആക്കാം, അല്ലെങ്കിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടാവോ, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ ഫോർമുലേഷൻ കണ്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ടഫ് ആണെങ്കിലും മിഡിൽ ആണെങ്കിലും പിന്നെ വളരെ ഈസി ആണെങ്കിലും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എക്സാമിന് വരും നമുക്ക്. പിന്നെ മെയിനായിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 10% ആണെങ്കിൽ അതിൽ കൂടാം. അപ്പൊ ബേസ്ഡ് ഓൺ നമ്മുടെ ആ ഒരു സബ്ജക്ട് നോളജ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം ടഫ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് റെഫറൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് ടെക്നോളജി റെഫർ ചെയ്യാൻ വേണ്ടി ശകുന്തള മാനയുടെ പിന്നെ ഫുഡ് ഫാക്ടർ പ്രിൻസിപ്പിൾ, അതിൽ ഫുഡ് ലോസ് ആൻഡ് റെഗുലേഷൻസ് മെയിൻ, അതിൽ മെയിൻ ആയിട്ട് ഫുഡ് കെമിസ്ട്രിയും വരുന്നുണ്ട്. ഓക്കെ, ബേസിക് കെമിസ്ട്രി, ബേസിക് അനലിറ്റിക്കൽ കെമിസ്ട്രി വരുന്നില്ല, പക്ഷെ കെമിക്കൽ കോമ്പോസിഷൻ അതിന്റെ ആദ്യ റിലേറ്റഡ് ആയിട്ട് വാല്യൂസ്. പക്ഷെ ആദ്യ റിലേറ്റഡ് ആയിട്ട് ആദ്യം ICMRന്റെ ബുക്ക് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് റെഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ICMRന്റെ ബുക്ക് നോക്കി കഴിഞ്ഞാൽ ICMRന്റെ റീസൺ അമെന്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് മൈക്രോബയോളജിക്കും ഫുഡ് ഫ്രേസിയർ, വില്യം ഫ്രേസിയർ ഇതിന്റെ ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫുഡ് കെമിസ്ട്രി ബൈ ഇക്ബാലിന്റെ ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഫുഡ് കെമിക്കൽ അനലിറ്റിക്കൽ ടെക്നിക്, അതുപോലെ സൂസന്ന എന്ന് പറഞ്ഞ ആളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ ടെക്നിക്സ് ഇൻ ഫുഡ് അനാലിസിസ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതുപോലെ തന്നെ FSI ആക്ട് 2006 ആൻഡ് FSI റെഗുലേഷൻ 2011 നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓരോ അമെന്റ്മെന്റ് റെഗുലേഷൻസും നമ്മൾ ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വായിച്ച് അണ്ടർലൈൻ ചെയ്ത് പോകേണ്ടതാണ് അതിൽ ഓരോന്നും. കാരണം അതാരും ഇരുത്തി പഠിപ്പിക്കാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് ഇത് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഏതൊക്കെ വരും. അപ്പൊ ഓരോന്ന് വായിച്ചു നോക്കിയാൽ മാത്രം ഓരോ കാര്യങ്ങൾ നമ്മൾ 1 by 1 ഇരുന്ന് വായിച്ചാൽ മാത്രം നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആണ് ആ ഒരു പോർഷൻ. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മേ ബി 20-30% വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അനലിറ്റിക്കൽ ടെക്നിക്സ് ആയതുകൊണ്ടും അതുപോലെ തന്നെ അമെന്റ്മെന്റ്സും FSI ആക്ടും അതുപോലെ തന്നെ സാമ്പിളിംഗ് പ്രൊസീജിയർ ആയാലും അതിൽ നിന്നൊക്കെ ആ ഒരു റിലേറ്റഡ് ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതില് എന്തൊക്കെ സ്റ്റെപ്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, എന്തൊക്കെ സെക്ഷൻസും സബ് സെക്ഷനും ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യങ്ങളും. അപ്പോൾ അതില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഫുഡ് അനലിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അവർ ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്, അതായത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ബൈ ഈ രണ്ട് സയന്റിസ്റ്റിന്റെ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഈ ഒരു ബുക്ക്. ഓക്കെ, അപ്പൊ അതിലാണ് ഏതൊക്കെയാണ് അനലിറ്റിക് ടെക്നിക്സും ഈ ക്രോമറ്റോഗ്രാഫിയും അതുപോലെ തന്നെ ബാക്കിയുള്ള അനലിറ്റിക് ടെക്നിക്സിന്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ഒരുപാട് ബുക്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് ബുക്സ് റെഫർ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഈ 3 ടെക്സ്റ്റ് ബുക്സും റിലേറ്റഡ് ആയിട്ടുള്ള ആക്സബിൾ ആയിട്ടുള്ള
ഡാറ്റാസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഡയറി ടെക്നോളജിക്ക് ഒരു സിംഗിൾ ലൈനേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി ബൈ സുകുമാർ ഡേ എന്നുള്ള ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുവിധം കാര്യം, അത് വലിയൊരു ബുക്കാണ് നമുക്ക്. പക്ഷെ അതിനുവേണ്ടി നമുക്ക് ഈ മൊത്തം ബുക്ക് റെഫർ ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നമുക്ക് ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമേ അതൊക്കെ നോക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. ഈ മന്ത് ഓൾമോസ്റ്റ് 14ഓളം നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്തതായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോ 14th അല്ലെങ്കിൽ 15th ആ ഒരു ടൈമിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും വിത്തിൻ ഒരു 6 മന്ത് അല്ലെങ്കിൽ ഈവൻ ആഫ്റ്റർ 6 മന്ത് നമുക്ക് എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ FSFT ഓഫീസറിന്റെ എക്സാം ആയാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഇപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ആൾക്കാർ എക്സാം എഴുതുന്നുണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അവരത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന്റെ ഡേറ്റ് കറസ്പോണ്ടിങ് കലണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഒരു 6 മന്ത് മുമ്പേ കലണ്ടർ വരും. അപ്പോൾ ആ 6 മന്തിന് മുമ്പായിട്ട് വരുന്ന മാസങ്ങളിലും അല്ലെങ്കിൽ ഈ മന്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോ കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എപ്പോഴാണ് വരുന്നത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എക്സാം വൺസ് വന്നു കഴിഞ്ഞാൽ അതിന് ഡേറ്റ് ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ടും ഫൈനലൈസ് ആവാൻ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വളരെ നല്ല രീതിയിൽ, കാരണം സിലബസ് വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോ ഇനി കിട്ടണമെന്നില്ല. കാരണം ഈ വളരെ സ്പെസിഫിക് ആണ്. അധികം ആൾക്കാർക്കൊന്നും ഈ ഒരു എക്സാം എഴുതാനും പറ്റില്ല. അപ്പോൾ പിന്നെ സിലബസും കുറച്ച് കോൺസെൻട്രേറ്റ് ആണ്. കാരണം ഒരു കെമിസ്ട്രി പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ ദം അല്ലെ. അപ്പോ സിലബസിന്റെ ഒരു ബഹുഭൂരിഭാഗം പോർഷനും അവർക്ക് പുതിയതാണ്. അപ്പോ എന്നാലും നല്ലൊരു കോച്ചിങ് ലഭിച്ചു കഴിഞ്ഞാൽ പഠിക്കാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ഇപ്പൊ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം കേരളം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡ് ആണ്, ഒരു ഏരിയ ആണ്. അപ്പോൾ PSC അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഓരോ ആളും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പെസിഫിക്കലി ടൈം സോഷ്യൽ മീഡിയാസ് ഒന്നും ബാക്കി എല്ലാത്തിനും ടൈം മാനേജ്മെന്റ് ചെയ്ത് മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എക്സാമിന് നല്ല രീതിയിലുള്ള ഒരു സ്കോർ കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സിലബസ് ബൈ സിലബസ് നമ്മൾ ഓരോ മാസവും ഒരു സിലബസിലെ ഓരോ കാറ്റഗറീസിനും ഇപ്പൊ ജനറൽ ആപ്റ്റ്യൂഡ്സ് ഒക്കെ നമുക്ക് ജനറൽ നോളജും ആപ്റ്റ്യൂഡിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാ ടൈമും കൊടുക്കാം. കാരണം ഇറ്റ്സ് കോമൺ ഫോർ എവറി എക്സാം. നിങ്ങൾ ഏത് എക്സാം എഴുതുമ്പോൾ അത് കോമൺ ആണ്. പക്ഷെ ബാക്കിയുള്ള പോർഷൻ കോമൺ അല്ല. അപ്പൊ അതൊക്കെ എല്ലാ ദിവസവും സോൾവ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പഠിക്കുക. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ കൺസെപ്റ്റ് മൊത്തം അറിഞ്ഞുകൊണ്ട് ഒബ്ജക്റ്റീവ് എക്സാം ഒരിക്കലും എഴുതാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞു, ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ, ഇത് അങ്ങനെ ആയിരുന്നില്ലേ, നമ്മൾ പിന്നീട് ചിന്തിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് തറോലി സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാലും മാത്രം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ മാക്സിമം കൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം മാക്സിമം ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ മാക്സിമം MCQs സോൾവ് ചെയ്യുക. എന്നിട്ട് അതിന്റെ റീസൺസ് നോക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ഇമ്പോർട്ടന്റ് ടാസ്ക്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയയിൽ അവരുടെ ഒരു ഏരിയ ഓഫ് ഫോക്കസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ ഈ ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പഴയ ന്യൂമറിക്കൽസ് MCQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നമ്മൾ കൺസെപ്റ്റ് പഠിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ് അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സൊല്യൂഷനും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ MCQസും കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ പോർഷൻസ് അതിൽ സ്ട്രൈക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ ലഭിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് വേണം. അതുപോലെ തന്നെ ടൈം ഓരോ പോർഷൻ ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് വെച്ച് തുടങ്ങേണ്ടത് ഈ ലോസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ പിന്നെ അനലിറ്റിക്കൽ ടെക്നിക്സും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അഡിറ്റീവ്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സാമിന് നിയർ ആയിട്ടുള്ള ടൈമിൽ അതൊരു 2-3 മാസം മുമ്പേ കൃത്യമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു ലോങ് ടേമിൽ തറവായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ആ ഓരോ ലോസ് ആൻഡ് റെഗുലേഷൻസും 1 by 1 എടുത്ത്
പ്രിന്റ് എടുത്ത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് അതിൽ കിട്ടുള്ളൂ. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യന്റെ അവൈലബിലിറ്റിയും അടുത്ത ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടുന്ന് നമുക്ക് എല്ലായിടത്തുനിന്നും ക്വസ്റ്റ്യൻ അവൈലബിൾ ആവില്ല. പിന്നെ ഈ കുറെ ആൾക്കാർ ടെലഗ്രാം, യൂട്യൂബ് ഒക്കെ ഭയങ്കരമായിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും യൂട്യൂബിലും ടെലഗ്രാമിലും വരുന്ന എല്ലാ കണ്ടന്റ്സും വി ക്യാൻ അഷ്യൂർ ദാറ്റ് ദ ക്വസ്റ്റ്യൻസ് ആർ എക്സാക്ട് റൈറ്റ്. ഇപ്പം നമ്മൾ തന്നെ കുറെ ചാനൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരും പല രീതിയിലാണ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ സ്പെസിഫിക് ട്യൂട്ടറിന്റെ നല്ല അസിസ്റ്റോട് കൂടെ മാത്രമേ ഒരു ഇപ്പൊ എന്തുകൊണ്ട് ആ ആൻസർ വന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടിയാൽ മാത്രം നമുക്ക് അതൊരു ആ ആൻസർ ആണെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലോസ് ആൻഡ് റെഗുലേഷൻസിന് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. കാരണം ആ ലോസ് ആൻഡ് റെഗുലേഷൻ എവിടെ മെൻഷൻ ചെയ്തു എന്ന് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് കാണണം. എന്നാൽ മാത്രമേ വി ക്യാൻ അഷ്യൂർ ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. അതാണ് ഈ ലോസ് ആൻഡ് റെഗുലേഷൻ ലോയുടെ ഒരു പ്രത്യേകത. പിന്നെ അമെന്റ്മെന്റ്സ് ആയാലും വാല്യൂസ് ആണെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് എക്സാക്ട് റെഫറൻസ് അല്ലെങ്കിൽ റീസെന്റ് അമെന്റ്മെന്റ് തന്നെ നോക്കുക. പഴയ അമെന്റ്മെന്റ് എടുത്ത് നോക്കിയിട്ട് അതിന്റെ വാല്യൂ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ആൻസർ അത് വരണമെന്നില്ല. പിന്നെ സബ്ജക്ട് ചൂസ് ചെയ്യേണ്ട ഒരു ഓർഡർ ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ലോസ് ആൻഡ് റെഗുലേഷൻ പഠിച്ച് അത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ത്രൂ ഔട്ട് ദി അണ്ടിൽ ദ എൻഡ് ഓഫ് ദ എക്സാം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഷോർട്ടർ സ്റ്റഡി, അതുപോലെ ക്രിസ്പ് നോട്ടാക്കി നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആസ് പെർ നിങ്ങളുടെ ട്യൂട്ടേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഏതൊക്കെ പോർഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾ പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് അതിനെ സോൾവ് ചെയ്യുക. പിന്നെ മാക്സിമം ഞാൻ ഓൾറെഡി പറഞ്ഞു, പഴയ പേപ്പേഴ്സ് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൃത്യമായ വെയിറ്റേജിലുള്ള മോക്ക് പേപ്പേഴ്സ് അറ്റ് എ പർട്ടിക്കുലർ ഇന്റർവെൽസിൽ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ട്യൂട്ടേഴ്സിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടെ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് നമുക്കാണെന്നുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം. കാരണം ഇത് പോട്ടെ അടുത്തതിൽ ട്രൈ ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഷുഡ് ലോസ് ഇറ്റ്. അത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ ഷുഡ് വർക്ക് ഫോർ ദ സെയിം. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ ചെയ്യും. അത് ഇന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം പഠിക്കുക എന്നുള്ളത് നമ്മളൊരു ഫിലിം കാണുന്നത് പോലെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു കാര്യം നമ്മൾ കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എയിം, ആ ഒരു എയിമിനെ ഫോക്കസ് ചെയ്ത് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്കൊരു IAS ഓഫീസർ ആണെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ആ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം. കാരണം നമ്മളെല്ലാവരുടെയും ലൈഫ് വളരെ ഷോർട്ടാണ്. അപ്പൊ ആ ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്കൊരു എയിം ഉണ്ട്. ആ എയിം അച്ചീവ് ചെയ്യുന്നതിന് ഡെഫിനറ്റ്ലി വി ഷുഡ് വർക്ക് ഫോർ ഇറ്റ്, അല്ലെ? അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു എയിം, ഇത് നമുക്കുള്ളതാണ്. ആ ഒരു എയിം നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഫ്രീക്വന്റ് ആയിട്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ഇറ്റ്, അല്ലെ? അതെങ്ങനെ ഏതൊരു കേസ് എടുത്താലും അത് തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ലക്കിന്റെ ബേസിൽ അല്ലെങ്കിൽ വേറെ ഒന്നിന്റെ ബേസിൽ ഇതുപോലെ എക്സാം നമുക്ക് ഒരു കാരണവശാലും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ എങ്ങനെ സ്റ്റഡി പ്ലാൻ, അതിന് ഏതൊക്കെ സബ്ജക്ട് നമ്മൾ പ്രയോറിറ്റൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആസ് പെർ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാദമിയുടെ ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അടുത്തായിട്ട് നമുക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിന് താഴെയുള്ള ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്ലാസ് ഓൺലൈനായിട്ട് ആ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ആ ക്ലാസ് എടുത്താൽ മാത്രം അവർക്ക് മാത്രമാണ് ആ ഒരു പർട്ടിക്കുലർ പോർഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഴിവാക്കിയിട്ട് നോൺ ഇമ്പോർട്ടന്റ് എല്ലാ കാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണ്ടത് ഇമ്പോർട്ടന്റ് നോട്ട്സ് ഹൈലൈറ്റ് ചെയ്ത് കളേഴ്സ് യൂസ് ചെയ്ത് നോട്ട് സ്പെസിഫിക് വാല്യൂസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാക്കുന്ന ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടാണ്. ഡീറ്റെയിൽ നോട്ട് നമുക്ക് വേറെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് അക്കോർഡിംഗ് ടു ആൻ എക്സാം. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് കീപ് എ പാനൽ ഷോർട്ട് നോട്ട് ഓൺലി ഫോർ റൈറ്റിംഗ് ഇക്വേഷൻസ്. ഇതിൽ ഇക്വേഷൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അല്ലെ? അപ്പൊ ഇക്വേഷൻസ് എഴുതി വെക്കാനും ഈ നമ്മള്
ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള മില്ലിങ്ങിന്റെ ഇക്വേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സൈസ് റിഡക്ഷന്റെ ആണെങ്കിലും ഓരോന്നിനും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ റിലേറ്റഡ് പാരാമീറ്റേഴ്സ് എന്നാണ്, ഡയറക്ട്ലി റിവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ പ്രോബ്ലം അതിന്റെ യൂണിറ്റ് ഏതാണോ, ഓരോ സാധനത്തിന്റെ ഓരോ പാരാമീറ്റേഴ്സിന് യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് കൺവേർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മൊളാലിറ്റി ആയാലും അതുപോലെ PPM ആയാലും അതിന്റെ കൺവേർഷൻസും അതിന്റെ ഒക്കെ ഇത്ര മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു എക്സാമിന്റെ കേസിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നോക്കി നിങ്ങൾ അത് കട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക റൂമിൽ. ദെൻ പിന്നെ സ്റ്റാർട്ട് അറ്റൻഡിങ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സ് എപ്പോഴും റിവൈസ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ലോസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഓരോ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതായത് റീസെന്റ് അമെന്റ്മെന്റും അതുമായിട്ട് റിലേറ്റഡ് എല്ലാ നോട്ട്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവൈലബിൾ. അപ്പൊ അത് നമുക്ക് ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു വിജ്ഞാപനം ഞാൻ പറഞ്ഞു ഓൾറെഡി അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോ എസ്പെഷ്യലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ദി ഡിപ്ലോമ ഫുഡ് ടെക്നോളജീസ് ആസ് വെൽ ആസ് PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. എസ്പെഷ്യലി DFRL പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ BSc കെമിസ്ട്രി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാവും. അതുപോലെ തന്നെ എക്സാമിന്റെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല അവർക്ക് ജോയിൻ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. anyone having any doubt regarding the exam, അത് നമ്മുടെ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന. anyone? ഹലോ, മെസ്സേജ് ഡൗട്ട് എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാം. You have any doubt? No, sir. ഹലോ, പറഞ്ഞോളൂ. No, sir. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് റെക്കോർഡഡ് ക്ലാസ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏണസ്റ്റ് അക്കാഡമി. അതുപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഓരോ ക്ലാസിന്റെ എൻഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും അതുപോലെ തന്നെ മോക്ക് ടെക്സ്റ്റും, അതുപോലെ തന്നെ അതുകൂടാതെ ഒരു ലോങ് എക്സാം, അതുപോലെ തന്നെ ഈ കറക്റ്റ് സിലബസിന്റെ ബേസ് ആയിട്ടുള്ള ആ വെയിറ്റേജിൽ ഒരുപാട് മോക്ക് എക്സാമും സെപ്പറേറ്റ്ലി ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ പഴയ റാങ്ക് ഹോൾഡേഴ്സിന്റെ മെന്റർഷിപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ക്ലിയർ ചെയ്തത്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്റ്റഡി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു സെക്ഷൻ കൂടെ അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡൗട്ട് ക്ലിയറൻസും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വേറെ ഒരു ക്വറീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു.